Hello my dear students. Yes, last episode നമ്മൾ ഡിസ്കസ് ചെയ്തു സിമ്പിൾ ഹാർമോണിക് മോഷനിലെ എക്സാമ്പിൾ ഏതായിരുന്നു? സിമ്പിൾ പെൻഡുലം അല്ലേ? യെസ്. ടൈം പീരീഡ് ഓഫ് സിമ്പിൾ പെൻഡുലം എല്ലാവർക്കും ഓർമ്മയുണ്ടല്ലോ. T is equal to 2 pi into root of L by G, where L is the length of the pendulum, G is the acceleration due to gravity there. അതിനുശേഷം നമ്മൾ സിമ്പിൾ പെൻഡുലം ഹൂസ് ലെങ്ത് ഈസ് വെരി ലാർജ് ഡിസ്കസ് ചെയ്തു. ടൈം പീരീഡ് ഓഫ് സിമ്പിൾ പെൻഡുലം ഹൂസ് ലെങ്ത് ഈസ് ഈക്വൽ ഇൻഫിനിറ്റി, സിമ്പിൾ പെൻഡുലം ഹൂസ് ലെങ്ത് ഈസ് ഈക്വൽ ടു റേഡിയസ് ഓഫ് ദ എർത്ത് ഒക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തു ആണല്ലോ. ഇനി നമുക്ക് സ്പ്രിംഗ് പെൻഡുലത്തിലോട്ട് പോകാം. അനദർ എക്സാമ്പിൾ ഫോർ സിമ്പിൾ ഹാർമോണിക് മോഷൻ. ഓക്കെ, നോക്കൂ. എ മാസ് സ്പ്രിംഗ് സിസ്റ്റം. ഇപ്പോൾ കൺസിഡർ എ ബ്ലോക്ക് ഓഫ് മാസ് കണക്റ്റഡ് ടു എ മാസ്ലെസ് സ്പ്രിംഗ്. അപ്പോൾ സ്പ്രിങ്ങിന് മാസ് ഉണ്ടെങ്കിൽ റിസൾട്ട് ഡിഫറൻ്റ് ആണ് കേട്ടോ. നമുക്കൊരു ഹയർ ലെവൽ IIT ലെവലിലൊക്കെ ആണെങ്കിൽ ഞാൻ നിങ്ങൾക്ക് അത് ഡിസ്കസ് ചെയ്ത് തരാം. ഓക്കെ, അപ്പം നമ്മൾ അറിയേണ്ടത് ഇവിടെ സ്പ്രിങ്ങിൻ്റെ മാസ് നമ്മൾ നെഗ്ലക്റ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ദെൻ ഇനീഷ്യലി ദി സ്പ്രിങ് നോക്കൂ, ഇതിന് നാച്ചുറൽ ലെങ്ത്തിലായിരുന്നു. ഒറിജിനൽ ലെങ്ത്, നാച്ചുറൽ ലെങ്ത്, അതായത് അൺസ്ട്രെച്ച്ഡ്, സ്ട്രെച്ച് ചെയ്തിട്ടുമില്ല കംപ്രസ് ചെയ്തിട്ടുമില്ല, നാച്ചുറൽ ലെങ്ത്തിലാണ്. അങ്ങനെയാണെങ്കിൽ ഈ മാസ് എന്ന് പറയുമ്പോൾ അയാൾക്ക് എനർജി ഉണ്ടാവാം, ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ എനർജി. വി ഡോണ്ട് ബോദർ അബൌട്ട് ദാറ്റ് ബിക്കോസ് ഇറ്റ് ഈസ് എ കോൺസ്റ്റൻറ്റ് വൈൽ ഓസിലേറ്റിംഗ്. ഇപ്പോൾ ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ എനർജിയെ കുറിച്ച് ബോദർ ചെയ്യേണ്ട കേട്ടോ. നമ്മൾ ഈ മാസിനെ ഡിസ്റ്റർബ് ചെയ്യുന്നു. ഡിസ്റ്റർബ് ചെയ്യുക എന്ന് പറഞ്ഞാൽ യു അപ്ലൈ സം ഫോഴ്സ്. ഫോർ എക്സാമ്പിൾ, ഞാൻ ഇയാളെ എങ്ങ് വലിച്ചു. ആരെ? സ്പ്രിങ്ങിനെ വലിച്ചു. ഈ ബ്ലോക്കിനെ ഞാനിതാ ഇങ്ങ് വലിച്ചു കൊണ്ടുവന്നു. അപ്പോൾ സ്പ്രിങ് നോക്കൂ, സ്പ്രിങ്ങിൻ്റെ ലെങ്ത് ഇനീഷ്യലി L ആയിരുന്നെങ്കിൽ ന്യൂ ലെങ്ത് ഈസ് L പ്ലസ് എക്സ്. ഇതാ അഡീഷണൽ ആയിട്ട് ഡിസ്പ്ലേസ് ചെയ്ത ദൂരമാണ് എക്സ് ആണല്ലോ. അങ്ങനെയാണെങ്കിൽ ആ സമയത്ത് നമുക്ക് പറയാം ഈ സ്പ്രിങ്ങിൽ ആ ബ്ലോക്കിൻ്റെ മോഷനെ ഓപ്പോസ് ചെയ്തുകൊണ്ട് ഡെവലപ്പ് ചെയ്യുന്ന ഫോഴ്സാണ് എഫ്. ഓക്കെ, ഇറ്റ് ഈസ് റീസ്റ്റോറിങ് ഫോഴ്സ്. അതായത് എവിടേക്കാണോ നമ്മൾ ഇയാളെ പുള്ളിത് കൊണ്ടുപോയത് അതിന് എഗെയിൻസ്റ്റ് ഡെവലപ്പ് ചെയ്ത ഫോഴ്സിനെ നമ്മൾ പറയുന്ന പേരാണ് റീസ്റ്റോറിങ് ഫോഴ്സ്. റീസ്റ്റോറിങ് ഫോഴ്സ് കാണാനുള്ള ഇക്വേഷൻ പറയൂ. എല്ലാവർക്കും അറിയാം, എഫ് ഈസ് ഈക്വൽ ടു മൈനസ് കെ എക്സ്. നെഗറ്റീവ് സൈൻ എന്താ കാണിക്കുന്നത്? റീസ്റ്റോറിങ് ഫോഴ്സ്. എന്താ അതിൻ്റെ മീനിങ്? ആ ഫോഴ്സ് ഈ ബോഡിയെ പുൾ ഇറ്റ് ബാക്ക്. പക്ഷെ നിങ്ങൾക്കറിയാം, നമ്മൾ ഈ ബ്ലോക്കിനെ റിലീസ് ചെയ്താൽ ഫോഴ്സ് ആക്ട് ചെയ്യുന്നു. ആ ഫോഴ്സ് ഉപയോഗിച്ച് അയാൾ തിരിച്ച് വീണ്ടും പഴയ പൊസിഷനിലെത്തുന്നു. പക്ഷേ അയാൾക്ക് സ്റ്റോപ്പ് ചെയ്യാൻ കഴിയില്ല. എന്താ കാരണം? ഡ്യൂ ടു ഇനേർഷ്യ ഇറ്റ് മൂവ് ടു ദ അതർ സൈഡ്. അതായത് സ്പ്രിങ് കംപ്രസ്ഡ് ആവുന്നു. അപ്പോൾ എന്ത് സംഭവിക്കും? വീണ്ടും ഈ ബ്ലോക്ക് ഈ പൊസിഷനിലെത്തുക എന്ന് പറഞ്ഞാൽ അൺസ്ട്രെച്ച്ഡ് പൊസിഷനിലാണല്ലോ നമ്മുടെ സ്പ്രിങ്. ആ സമയത്ത് നമ്മൾ കൊടുത്ത എനർജി മുഴുവൻ ഈ ബ്ലോക്കിൻ്റെ കൈനറ്റിക് എനർജി ആയിരിക്കും. ആ കൈനറ്റിക് എനർജി കാരണം ഉണ്ടാകുന്ന ഇനേർഷ്യ കൊണ്ടാണ് ബ്ലോക്ക് അങ്ങോട്ട് പോകുന്നത്. അപ്പോൾ സ്പ്രിങ് കംപ്രസ്ഡ് ആവാൻ തുടങ്ങും. സ്പ്രിങ് കംപ്രസ്ഡ് ആകുമ്പോൾ എന്ത് സംഭവിക്കുന്നു? ബ്ലോക്കിൻ്റെ കൈനറ്റിക് എനർജി അഗെയിൻ കൺവേർട്ടഡ് ടു ഇലാസ്റ്റിക് പൊട്ടൻഷ്യൽ എനർജി ഓഫ് സ്പ്രിങ്. ഒരു ഫൈനൈറ്റ് ലെങ്ത്തിൽ ചെന്നാൽ സ്റ്റോപ്പ് ആവും. ഇപ്പം നമ്മൾ ആ ഡിസ്റ്റൻസിനെ ആംപ്ലിറ്റ്യൂഡ് എന്ന് പറയും. ദെൻ തിരിച്ചു പോരും. എന്താ കാരണം? സ്പ്രിങ്ങിൽ സ്റ്റോർ ചെയ്തിരിക്കുന്ന ഇലാസ്റ്റിക് പൊട്ടൻഷ്യൽ എനർജി തിരിച്ച് വീണ്ടും എന്തായി മാറിക്കൊണ്ടിരിക്കും? കൈനറ്റിക് എനർജി ആയിട്ട് മാറും. ഈ പൊസിഷനിൽ വീണ്ടും തിരിച്ചെത്തുമ്പോൾ കൈനറ്റിക് എനർജി മാക്സിമം ആയിരിക്കും. അതുകൊണ്ട് അതർ സൈഡിലോട്ട് പോകും. ദെൻ ഇറ്റ് വിൽ എക്സിക്യൂട്ട് ടു ആൻഡ് ഫ്രോം മോഷൻ അബൌട്ട് ദിസ് ഫിക്സ്ഡ് പോയിന്റ്. ദാറ്റ് ടു ആൻഡ് ഫ്രോം മോഷൻ ഈസ് എൻ എക്സാമ്പിൾ ഫോർ സിമ്പിൾ ഹാർമോണിക് മോഷൻ പ്രൊവൈഡഡ് ദ ആംപ്ലിറ്റ്യൂഡ് ഓഫ് ഓസിലേഷൻ ഈസ് സ്മോൾ. ഓക്കെ, നോക്കാം. ഇനി നമ്മൾ പഠിച്ച ഇക്വേഷൻ നിങ്ങൾ പറയൂ. എഫ് ഈസ് ഈക്വൽ അതേ ഇൻസ്റ്റൻറ്റിൽ നമുക്ക് ഈ ഒരു പൊസിഷൻ എടുക്കാം. അതായത് നാച്ചുറൽ ലെങ്ത്തുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ എക്സ് ലെങ്ത് ഇൻക്രീസ് ചെയ്തു. എക്സ് ലെങ്ത് ഇൻക്രീസ് ചെയ്തു. അങ്ങനെയാണെങ്കിൽ എഫ് ഈക്വൽ ടു മൈനസ് കെ എക്സ്. എഫ് ഈസ് ഈക്വൽ ടു എം എ. നമ്മൾ പഠിച്ചിട്ടുണ്ട് ന്യൂട്ടൻ്റെ സെക്കൻഡ് ലോ. ഓക്കെ, ന്യൂട്ടൻ്റെ സെക്കൻഡ് ലോ ഓഫ് മോഷൻ. ദെൻ രണ്ടും കൂടെ ഇക്വേറ്റ് ചെയ്യാം. എം എ ഈസ് ഈക്വൽ ടു മൈനസ് കെ എക്സ്. Right? Or A is equal to minus K by M into X. നിങ്ങൾക്കറിയാം, സിമ്പിൾ ഹാർമോണിക് മോഷനിലെ ആക്സലറേഷൻ കാണാനുള്ള ഇക്വേഷൻ ഡിഫറൻഷ്യൽ ഇക്വേഷൻ എല്ലാവർക്കും ഓർമ്മയുണ്ട്. ആക്സലറേഷൻ A is equal to മൈനസ് ഒമേഗ സ്ക്വയർ എക്സ് ആണല്ലോ. അങ്ങനെയാണെങ്കിൽ കമ്പയർ ചെയ്യൂ. ഒമേഗ സ്ക്വയർ ഈസ് ഈക്വൽ ടു K by M. Here K is the spring constant of the spring. ഇൻ ജനറൽ ഫോഴ്സ് കോൺസ്റ്റൻറ്റ് ഓഫ് ദ സ്പ്രിങ്. ഇവിടെ നമുക്ക് സ്പ്രിങ് ആയതുകൊണ്ട്
സ്പ്രിംഗ് ഫാക്ടർ എന്ന ജനറൽ പറയുക, ഇവിടെ നമുക്ക് സ്പ്രിംഗ് കോൺസ്റ്റന്റ് എന്ന് പറയാം. ഇൻ ജനറൽ കെ ഈസ് കാൾഡ് സ്പ്രിംഗ് ഫാക്ടർ. ഓക്കെ, അപ്പോൾ ആ സിസ്റ്റത്തിൻ്റെ എന്തുമായിട്ട് റിലേറ്റഡ് ആണത്? ഇലാസ്റ്റിസിറ്റിയുമായിട്ട് റിലേറ്റഡ് ആണ്. ഈ സ്പ്രിങ്ങിൽ ഡെവലപ്പ് ചെയ്യുന്ന ആ ഇലാസ്റ്റിക് ഫോഴ്സ് ആണല്ലോ ബോഡിയെ വീണ്ടും പഴയ പൊസിഷനിലോട്ട് തിരിച്ചു കൊണ്ടുവരുന്നത്. ഓക്കെ, അപ്പോൾ ഇതിൽ എം ആരാണ്? എം ഈ ഓസിലേറ്റ് ചെയ്യുന്ന ബോഡിയുടെ മാസാണ്. നമുക്ക് ഇൻ ജനറൽ ഇറ്റ് ഈസ് കാൾഡ് ഇനേർഷ്യ ഫാക്ടർ. മാസ് ഇനേർഷ്യ ഫാക്ടർ. നിങ്ങളവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മളിവിടെ ആരുടെ മാസ് എടുത്തിട്ടില്ല. ആക്ച്വലി ഓസിലേറ്റ് ചെയ്യുമ്പോൾ എനർജി എന്ന് പറയുമ്പോൾ അത് ബ്ലോക്കിൻ്റെ കയ്യിൽ കൈനറ്റിക് എനർജി മാത്രമല്ലല്ലോ, സ്പ്രിങ്ങിൻ്റെ കയ്യിൽ പൊട്ടൻഷ്യൽ എനർജി ഉണ്ട്. സെർട്ടൻ എമൗണ്ട് ഓഫ് എനർജി വിൽ ബി അപ്പിയർഡ് ആസ് കൈനറ്റിക് എനർജി ഓഫ് ദ സ്പ്രിംഗ് പാർട്ടിക്കിൾസ്. അത് നമ്മൾ നെഗ്ലക്റ്റ് ചെയ്യുന്നുണ്ട്. ഫോർ മാത്തമാറ്റിക്കൽ കൺവീനിയൻസ് വി നെഗ്ലക്റ്റ് ദ മാസ് ഓഫ് ദ സ്പ്രിംഗ്. ഓക്കെ, ദെൻ ഒമേഗ ഈക്വൽ ടു √k/m. ഓക്കെ, അപ്പോൾ ടൈം പീരീഡ് കാണാനുള്ള ഇക്വേഷൻ എല്ലാവർക്കും അറിയാലോ, 2π/ω ആണല്ലോ ജനറലായിട്ട്. ടൈം പീരീഡ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നിങ്ങൾ നോക്കൂ, ഇതാ ഇവിടെ വന്നു, റിലീസ് ചെയ്തു. ഒരു ഓസിലേഷൻ കംപ്ലീറ്റ് ചെയ്യാനുള്ള ടൈമിനെയാണ് നമ്മൾ ടൈം പീരീഡ് എന്ന് പറയുന്നത്. അതായത് മീൻ പൊസിഷനെ ബേസ് ചെയ്തുകൊണ്ട് ഒരു ഓസിലേഷൻ കംപ്ലീറ്റ് ചെയ്യാൻ എടുക്കുന്ന ടൈം, അല്ലെങ്കിൽ എക്സ്ട്രീമിൽ നിന്നും വീണ്ടും അതേ എക്സ്ട്രീമിലേക്ക് തിരിച്ചെത്താനുള്ള ടൈമിനെയാണ് നമ്മൾ ടൈം പീരീഡ് എന്ന് പറയുന്നത്. ഇപ്പോൾ ടൈം പീരീഡ് 2π/ω. സോ ടി ഈസ് ഈക്വൽ ടു 2π ഇൻറ്റു √, എന്താ ഒമേഗയ്ക്ക് പകരം √k/m സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യൂ. അപ്പോൾ ടി ഈസ് ഈക്വൽ 2π ഇൻറ്റു √m/k. ഓക്കെ, ഹിയർ m ഈസ് ദ inertia factor, here the mass of the block. Here we neglect mass of the spring. What is K? K is called inertia factor. Sorry, K is called spring factor. Here it is spring constant of the spring. Clear അല്ലേ? അപ്പോൾ 2π √m/k. ഇനി ഞാൻ നിങ്ങൾക്ക് എൻട്രൻസ് പോയിന്റ് ഓഫ് വ്യൂ ഒരു പോയിന്റ് പറഞ്ഞുതരാം. നമ്മൾ ഡെറിവേഷൻ ചെയ്യുമ്പോൾ ശരിക്കും ആരുടെ മാസം എടുക്കണമായിരുന്നു? സ്പ്രിങ്ങിൻ്റെ മാസം എടുക്കണമായിരുന്നു. അതൊരു ലെങ്തി ഡെറിവേഷനാണ്, നമുക്ക് ഔട്ട് ഓഫ് സിലബസ് ആണ്. എന്നാൽ ആ റിസൾട്ട് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. ഇഫ് യു കൺസിഡർ മാസ് ഓഫ് ദ സ്പ്രിങ്, ദ റിസൾട്ട് ഈസ് T ഈസ് ഈക്വൽ ടു 2π ഇൻറ്റു √m പ്ലസ് capital M/3/k, where capital M is the mass of the spring. നോക്കൂ, ഈ ഇക്വേഷനിൽ എം എന്ന് പറയുമ്പോൾ ആരാണ്? എം എന്ന് പറയുമ്പോൾ മാസ് ഓഫ് ദ ബ്ലോക്ക് ആണ്. ഇതാ ഈ എം ബ്ലോക്ക്. ക്യാപിറ്റൽ M/3. അതെങ്ങനെയാണ് വരുന്നത് വെച്ച് കഴിഞ്ഞാൽ ഞാൻ എനർജി മെത്തേഡ് എന്ന് പറയുന്നൊരു മെത്തേഡ് ഉണ്ട്. ആ മെത്തേഡിൽ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം അതെങ്ങനെയാണ് വരുന്നതെന്ന്. തൽക്കാലം ബൈ ഹാർട്ട് ചെയ്യൂ. ക്യാപിറ്റൽ M ഈസ് മാസ് ഓഫ് ദ സ്പ്രിങ്. പിന്നെ കെ നിങ്ങൾക്ക് അറിയാം, സ്പ്രിംഗ് കോൺസ്റ്റൻറ്റ്, ഓർ ഇൻ ജനറൽ ഇറ്റ് ഈസ് സ്പ്രിംഗ് ഫാക്ടർ. സോ ഈ ബോഡി ഓസിലേറ്റ് ചെയ്യുമ്പോൾ ടൈം പീരീഡ് കാണാനുള്ള ഇക്വേഷനാണ്. എല്ലാവരും ഓർമ്മിച്ച് വയ്ക്കുക. ടി ഈസ് ഈക്വൽ 2π √m/k. ഇഫ് യു കൺസിഡർ മാസ് ഓഫ് ദ സ്പ്രിംഗ് ഇറ്റ് ഈസ് 2π √m പ്ലസ് m/3/k. ഓക്കെ, ഓൾറെഡി നമ്മൾ എന്താ ഡിസ്കസ് ചെയ്തത്? ഫ്രിക്ഷൻലെസ് സർഫസിൽ ബ്ലോക്ക് സ്പ്രിംഗ് സിസ്റ്റത്തിൻ്റെ ഓസിലേഷനാണ് നമ്മൾ കണ്ടത്. സ്പ്രിങ്ങിൻ്റെ ഒരു എൻഡ് നമ്മൾ ഫിക്സ് ചെയ്തു, മറ്റേ എൻഡ് ബ്ലോക്കുമായി കണക്ട് ചെയ്തു. ഫ്രിക്ഷൻലെസ് സർഫസ് ആയിരുന്നു. അങ്ങനെയാണെങ്കിൽ മാസ് ഓസിലേറ്റ് ചെയ്യുമ്പോഴുള്ള ടൈം പീരീഡ് കാണാനുള്ള ഇക്വേഷൻ 2π √m/k ആണല്ലോ. ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യുന്നു വെർട്ടിക്കൽ ഓസിലേഷൻസ്. ദാറ്റ് ഈസ് വെർട്ടിക്കൽ ഓസിലേഷൻ ഓഫ് എ ലോഡഡ് സ്പ്രിംഗ്. അതാണ് നമ്മൾ ഇനി ഡിസ്കസ് ചെയ്യുന്നത്. ഇപ്പോൾ ഇനീഷ്യലി നിങ്ങളൊരു സ്പ്രിംഗ് കൺസിഡർ ചെയ്യൂ. ദ സ്പ്രിംഗ് കോൺസ്റ്റൻറ്റ് ഈസ് K. ഇറ്റ്സ് നാച്ചുറൽ ലെങ്ത് ഈസ് L. ഒറിജിനൽ ലെങ്ത് ഈസ് L. അൺസ്ട്രെച്ച്ഡ് പൊസിഷനാണ്. അപ്പോൾ നിങ്ങൾക്കൊരു ഡൗട്ട് തോന്നാം, സ്പ്രിങ്ങിന് മാസ് ഇല്ലേ, സ്പ്രിങ്ങിന് വെയിറ്റ് ഇല്ലേ, അതുകൊണ്ട് സ്പ്രിംഗ് വിൽ സ്ട്രെച്ച് ബൈ ഇറ്റ്സ് ഓൺ വെയിറ്റ്. തൽക്കാലം നമുക്കൊരു കാര്യം ചെയ്യാം. മാസ് ഓഫ് ദ സ്പ്രിംഗ് യു നെഗ്ലക്ട് മാസ് ഓഫ് സ്പ്രിംഗ്. ഓക്കെ, അപ്പോൾ അങ്ങനെയാണെങ്കിൽ അതിൻ്റെ നാച്ചുറൽ ലെങ്ത് L ആണ്. വി നെഗ്ലക്ട് ദ സ്ട്രെച്ചിങ് ഡ്യൂ ടു ഇറ്റ്സ് ഓൺ വെയിറ്റ്. ദെൻ അതിനുശേഷം നിങ്ങളൊരു മാസ് അറ്റാച്ച് ചെയ്തു. എ ബ്ലോക്ക് ഓഫ് മാസ് M attached at the lower end of the spring. So no doubt എന്ത് സംഭവിക്കുന്നു? അതിൻ്റെ വെയിറ്റ് കാരണം അത് താഴേക്ക് പോരുന്നു. ഒരു പൊസിഷനിൽ അവൻ സ്റ്റേബിൾ ആവുന്നു. എവിടെയാണ് സ്റ്റേബിൾ ആവുന്നത്? സ്റ്റേബിൾ ആവുന്നത് ഈ വെയിറ്റ് ഉണ്ടല്ലോ M, ഇറ്റ്സ് വെയിറ്റ് ഈസ് mg. അപ്പോൾ ആ വെയിറ്റും ഈ സ്പ്രിങ്ങിൽ ഡെവലപ്പ് ചെയ്ത റീസ്റ്റോറിങ് ഫോഴ്സും കൂടെ ബാലൻസ് ആവുമ്പോൾ, അപ്പം നമുക്ക് പറയാം, ഈ ഒരു പൊസിഷനിൽ വന്ന് അയാൾ സ്റ്റോപ്പ് ആയിരിക്കുക.
അങ്ങനെയാണെങ്കിൽ ആ പൊസിഷനിൽ നമുക്ക് ആർഗ്യൂ ചെയ്യാം mg, that is weight of the block, is equal to ky0. ഈ ky0 മുകളിലോട്ട് ആക്ട് ചെയ്യുന്നു, mg താഴേക്ക് ആക്ട് ചെയ്യുന്നു, രണ്ടുപേരും കൂടെ ഇക്വിലിബ്രിയത്തിലായി. ഓക്കെ, സോ അറ്റ് ഇക്വിലിബ്രിയം the weight of the block is balanced by spring force. ക്ലിയർ ആണല്ലോ? ഇനി നോക്കൂ നിങ്ങൾ, ഇനി എന്താ ചെയ്യുന്നത്? ഈ മീൻ പൊസിഷനിൽ ഇരിക്കുന്ന ഈ ബ്ലോക്കിനെ നമ്മളൊന്ന് ഡിസ്റ്റർബ് ചെയ്യുന്നു. ഓക്കെ, ഇപ്പോൾ ഓൾറെഡി y0 ഡിസ്റ്റൻസ് ഉണ്ട്, യു ഡോണ്ട് ബോദർ അബൌട്ട് ദാറ്റ്. എന്ത് ചെയ്തു? ആ ഇക്വിലിബ്രിയം പൊസിഷനിൽ ഇരിക്കുന്ന ബ്ലോക്കിനെ നമ്മൾ ഒരു ഇമ്പൾസ് കൊടുത്തു, ഒരു ഫോഴ്സ് കൊടുത്തു. അപ്പോൾ ഒരു ഇൻസ്റ്റന്റിൽ അയാൾ ഫർദറായി എക്സ് ദൂരം കൂടെ സ്ട്രെച്ചഡായി, സ്പ്രിങ് എക്സ് ദൂരം കൂടെ ഫർദറായി സ്ട്രെച്ചായി. അപ്പം നിങ്ങൾക്കറിയാം ഓൾറെഡി ഇക്വിലിബ്രിയത്തിൽ ഇവർ ബാലൻസ് ആയിരുന്നല്ലോ. പുതിയ റീസ്റ്റോറിംഗ് ഫോഴ്സ് എന്ന് പറയുമ്പോൾ ky0 ഉണ്ട്, kx ഉണ്ട്. ഇപ്പം അഡീഷണലായി വന്നത്, റീസ്റ്റോറിംഗ് ആയി വന്നത് ആരാണ്? kx. ആ kx നമ്മുടെ ബ്ലോക്കിനെ എവിടേക്ക് തന്നെ പിടിച്ചു വലിക്കും? മുകളിലോട്ട് തന്നെ പിടിച്ചു വലിക്കും. പക്ഷെ മുകളിലോട്ട് പിടിച്ചു വലിച്ചാൽ ഈ മീൻ പൊസിഷനിൽ എത്തിയാൽ സ്റ്റോപ്പ് ചെയ്യാൻ പറ്റുമോ? ഇല്ല. എന്താ കാരണം? ഇനേർഷ്യ കാരണം ഒന്നങ്ങ് പൊങ്ങും മുകളിലോട്ട്. അപ്പം എന്ത് സംഭവിക്കും? ഈ സ്പ്രിങ്ങിൽ ഡെവലപ്പ് ചെയ്യുന്ന റീസ്റ്റോറിംഗ് ഫോഴ്സ് കുറയും, വെയിറ്റ് ഡൊമിനേറ്റ് ചെയ്യും. അങ്ങനെ ഒരു ഇൻസ്റ്റന്റിൽ അത് സ്റ്റോപ്പ് ആവുകയും വീണ്ടും തിരിച്ചു വരുമ്പോൾ ഇവിടെ നിൽക്കാൻ പറ്റുമോ? ഇല്ല. എന്താ കാരണം? ഇനേർഷ്യ കാരണം താഴേക്ക് പോവും. സോ ഈ പൊസിഷനെ ബേസ് ചെയ്തുകൊണ്ട് ദ ബ്ലോക്ക് മുകളിലേക്കും താഴേക്കും ഓസിലേറ്റ് ചെയ്യുന്നു. ടൈം പീരീഡ് നമുക്ക് കാണണം. അപ്പോൾ നമുക്ക് എഴുതാം, എക്സ് ദൂരം സ്ട്രെച്ചഡായ സമയത്ത് ഇതിനകത്ത് ഡെവലപ്പ് ചെയ്ത റീസ്റ്റോറിംഗ് ഫോഴ്സ് ഓൾറെഡി mg = ky0 ഉണ്ട്. ഞാൻ പറഞ്ഞു യു ഡോണ്ട് ബോദർ അബൌട്ട് ദാറ്റ്. അഡീഷണലായി വന്ന ഫോഴ്സ് അതാണ് FR ഈക്വൽ ടു റീസ്റ്റോറിംഗ് ഫോഴ്സ് ഈസ് ഈക്വൽ ടു -kx. ടോട്ടൽ ഫോഴ്സ് പറയുമ്പോൾ അതിൻ്റെ കൂടെ y0 കൂടെ വരുന്നുണ്ട്. പക്ഷെ നമുക്കത് എടുക്കേണ്ട കാര്യമില്ല. നമ്മൾ ഇക്വിലിബ്രിയം പൊസിഷനെ ബേസ് ചെയ്ത് അഡീഷണൽ ആയിട്ട് ഡെവലപ്പ് ചെയ്ത ഫോഴ്സ് മാത്രമേ എടുക്കേണ്ട കാര്യമുള്ളൂ. ക്ലിയർ ആയല്ലോ അല്ലേ? യെസ്. ദെൻ നമുക്ക് വീണ്ടും ഇക്വേഷൻ അറിയാം. ആ ഇൻസ്റ്റന്റിൽ F ഈസ് ഈക്വൽ ma, രണ്ടും കൂടെ ഇക്വേറ്റ് ചെയ്യുന്നു. ma ഈസ് ഈക്വൽ ടു -kx, a ഈസ് ഈക്വൽ ടു -k/m ഇൻറ്റു x, ഓർ a ഈസ് ഈക്വൽ ടു -ω²x. കമ്പയർ ചെയ്യുമ്പോൾ ω² ഈസ് ഈക്വൽ ടു k/m, ω ഈക്വൽ ടു √k/m. ഇൻട്രസ്റ്റിംഗ് റിസൾട്ട് എന്താണെന്ന് അറിയാമോ നിങ്ങൾക്ക്? ടൈം പീരീഡ് t ഈസ് അഗെയിൻ 2π√m/k. ഇപ്പോൾ സ്പ്രിംഗ് ഹൊറിസോണ്ടൽ ഓസിലേഷൻസ് ആയാലും വെർട്ടിക്കൽ ഓസിലേഷൻസ് ആയാലും ടൈം പീരീഡ് t ഈസ് 2π√m/k. ഇതിൽ m ആരാണ്? m, കം ഓൺ ഹിയർ, m ഈസ് ദ മാസ് ഓഫ് ദ ബ്ലോക്ക്. k ഓൾറെഡി ഞാൻ പറഞ്ഞു, സ്പ്രിംഗ് കോൺസ്റ്റന്റ് ഓഫ് ദ സ്പ്രിംഗ്. ജനറലായി പറയുമ്പോൾ m ഈസ് ദ ഇനേർഷ്യ ഫാക്ടർ, മാസ് ഇനേർഷ്യ ഫാക്ടർ, ആൻഡ് k ഈസ് ദ സ്പ്രിംഗ് ഫാക്ടർ. Here it is the spring constant of the spring, right? Okay. So time period കാണാനുള്ള ഇക്വേഷൻ അഗെയിൻ ഓർമ്മിച്ച് വെച്ചോളൂ. t is equal to 2π√m/k provided you neglect the mass of the spring. So whether the oscillation of the spring is horizontal in a frictionless surface or vertical oscillations of a loaded spring, in both the cases the time period is equal to 2π into √m/k. കുറേ കേസുകൾ നമുക്ക് നോക്കാം. ഓൾറെഡി നമ്മൾ പഠിച്ച കേസ് സ്പ്രിംഗ് മാസ് സിസ്റ്റം. യു ഡിസ്റ്റർബ് ദ മാസ് ഫ്രം ദിസ് പൊസിഷൻ, ഇറ്റ് വിൽ ഓസിലേറ്റ്. ടൈം പീരീഡ് ഈസ് 2π into √m/k. ഓൾറെഡി വി ഹാവ് ഡിസ്കസ്ഡ് ഇറ്റ്. ദെൻ വാട്ട് അബൌട്ട് ഇൻ ദിസ് പൊസിഷൻ ദ മാസ് ഈസ് ഡിസ്റ്റർബ്ഡ്, ഇതാ ഓസിലേറ്റ് ചെയ്യുന്നു. അപ്പോഴും ടൈം പീരീഡ് കാണാനുള്ള ഇക്വേഷൻ എന്ത് തന്നെയാണ്? 2π into √m/k. ദെൻ ഇൻക്ലൈൻഡ് പ്ലെയിനിലോട്ട് വരുന്നു. ഇൻക്ലൈൻഡ് പ്ലെയിനിലിരിക്കുന്ന ഇയാളെ ഞാൻ ഒന്ന് താഴേക്ക് വലിച്ചു വിടുന്നു. അയാൾ ഇതാ ഓസിലേറ്റ് ചെയ്യുന്നു. എഗെയിൻ ടൈം പീരീഡ് ഈസ് 2π into √m/k. സ്പ്രിംഗ് മാസ് സിസ്റ്റം, മാസ് ഈസ് ഓസിലേറ്റിംഗ് ഇൻ എ നോൺ വിസ്കസ് ലിക്വിഡ്. റെസിസ്റ്റീവ് ഫോഴ്സ് ഉണ്ടാവരുത്, നോൺ വിസ്കസ് ലിക്വിഡ്. അപ്പോൾ അഡീഷണൽ ആയിട്ട് വരുന്നൊരു ഫോഴ്സ് നിങ്ങൾ ആർക്കിമിഡീസ് പ്രിൻസിപ്പിൾ പഠിച്ചിട്ടുണ്ട്, അപ്ത്രസ്റ്റ് ഈസ് ആക്ടിങ് അപ്വേർഡ്. പക്ഷേ നെറ്റ് ഫോഴ്സ് എന്ന് പറയുമ്പോൾ വെയിറ്റ് ഉണ്ട്, അപ്ത്രസ്റ്റ് ഉണ്ട്. നിങ്ങൾ വീണ്ടും നെറ്റ് ഫോഴ്സ് കണ്ടുപിടിച്ചാൽ നിങ്ങൾക്ക് കിട്ടും t ഈസ് ഈക്വൽ ടു 2π into എന്ത് കിട്ടും? m/k തന്നെ വരും. കാരണം മാസിൽ മാറ്റം വന്നിട്ടില്ല, കെയിൽ മാറ്റം വന്നിട്ടില്ല.
അല്ലെങ്കിൽ നമുക്ക് ആർഗ്യൂ ചെയ്യാം ഇതിനകത്ത് ഓസിലേറ്റ് ചെയ്യുമ്പോൾ എന്ത് കുറയുന്നുണ്ട്, ആക്സലറേഷൻ കുറയുന്നുണ്ട്, കാരണം അപ്ത്രസ്റ്റ് മുകളിലോട്ട് ആക്ട് ചെയ്യുന്നത് കൊണ്ട്. പക്ഷേ അതിനൊപ്പം ഡിസ്പ്ലേസ്മെൻറ്റും കുറയും. അപ്പോൾ x/a റേഷ്യോ, ദാറ്റ് ഈസ് ഡിസ്പ്ലേസ്മെൻറ്റ് ബൈ ആക്സലറേഷൻ റേഷ്യോ എന്തായി നിൽക്കുന്നു, കോൺസ്റ്റൻ്റായി നിൽക്കുന്നു. അതുകൊണ്ട് m/k റേഷ്യോയും കോൺസ്റ്റൻ്റായി നിൽക്കുന്നു. ഇപ്പോൾ തെറ്റിപ്പോരുത്. മാസ്, സ്പ്രിംഗ് മാസ് സിസ്റ്റം ഓസിലേറ്റിംഗ് ഇൻ എ നോൺ വിസ്കസ് ലിക്വിഡ്. ഇറ്റ് ഈസ് ഇമ്പോർട്ടൻറ്റ്. നോൺ വിസ്കസ് ലിക്വിഡ്. ടൈം പീരീഡ് ഈസ് ഈക്വൽ ടു 2π√m/k. ദെൻ ഫൈനലി ഈ പുള്ളി മാസ് സിസ്റ്റം നോക്കൂ, പുള്ളി മാസ് സ്പ്രിംഗ് സിസ്റ്റം. ഹിയർ അഗെയിൻ യു ഡിസ്റ്റർബ് ദ മാസ്. ഇതിനെ താഴേക്ക് വലിച്ചു വിട്ടോളൂ. ഇവൻ ഓസിലേറ്റ് ചെയ്യുന്നു. ടൈം പീരീഡ് ഈസ് അഗെയിൻ ഈക്വൽ ടു 2π√m/k. അപ്പോൾ 1, 2, 3, 4, 5 കേസസ്. ഇൻ ഓൾ 5 cases, the time period t is equal to 2π√m/k provided you neglect mass of the spring. Okay? Question നോക്കൂ. Find time period of a simple pendulum when it oscillates in a non-viscous liquid. Spring pendulum already നമ്മൾ ഡിസ്കസ് ചെയ്തു. Time period of spring pendulum is independent of medium. പക്ഷെ ശ്രദ്ധിക്കണം, മീഡിയത്തിലെ വിസ്കസ് ഫോഴ്സ് നമ്മൾ നെഗ്ലക്റ്റ് ചെയ്യണം കേട്ടോ. ഡാമ്പിങ് പഠിപ്പിക്കും, ഒഴിവാക്കണം. ഇത് സിമ്പിൾ പെൻഡലമാണ്. സിമ്പിൾ പെൻഡലത്തിലേക്ക് വരുമ്പോൾ നമുക്കറിയാം, നോക്കൂ, ഈ മാസ് ഒരു ഇൻസ്റ്റൻറ്റിൽ എവിടെയാണ് ഓസിലേറ്റ് ചെയ്യുന്നതിൽ ഒരു ഇൻസ്റ്റൻറ്റ് നമ്മൾ എടുത്തു. ആ ഇൻസ്റ്റൻറ്റിൽ വെയിറ്റ് ഈസ് ആക്ടിങ് വെർട്ടിക്കലി ഡൗൺവേർഡ്, ബോയൻ ഫോഴ്സ് ഈസ് ആക്ടിങ് വെർട്ടിക്കലി അപ്വേർഡ്. ബോയൻ ഫോഴ്സ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം, അപ്പ് ത്രസ്റ്റ്, ആർക്കിമിഡീസ് പ്രിൻസിപ്പിൾ. ഇവിടെ നമ്മൾ എന്ത് നെഗ്ലക്റ്റ് ചെയ്തിട്ടുണ്ട്? കമോൺ, വിസ്കസ് ഫോഴ്സ് നെഗ്ലക്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ വെയിറ്റ് ഈസ് ആക്ടിങ് ഡൗൺവേർഡ്, ബോയിൻ ഫോഴ്സ് ഈസ് ആക്ടിങ് അപ്വേർഡ്. ഇപ്പം നെറ്റ് ഫോഴ്സ് കാൽക്കുലേറ്റ് ചെയ്യണം. നെറ്റ് ഫോഴ്സ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം mg - v ρg. mg is the weight, v ρg യിൽ v ആരാണ്? v is the volume of the body, bob. ρ is the density of liquid. കാരണം നിങ്ങൾക്കറിയാം ബോയൻ ഫോഴ്സ് ഈസ് ഈക്വൽ ടു വോളിയം ഓഫ് ബോഡി ഇൻസൈഡ് ദ ലിക്വിഡ് ഇൻറ്റു ഡെൻസിറ്റി ഓഫ് ലിക്വിഡ് ഇൻറ്റു ഗ്രാവിറ്റി, ആർക്കിമിഡീസ് പ്രിൻസിപ്പിൾ. അങ്ങനെയാണെങ്കിൽ ഈ നെറ്റ് ഫോഴ്സ് mg - v ρgയുടെ കമ്പോണൻ്റായ ഏത് കമ്പോണൻറ്റ്? നമുക്ക് ഈ നെറ്റ് ഫോഴ്സ് താഴേക്കാണെന്ന് വിചാരിക്കൂ. ദാറ്റ് ഈസ് mg - v ρg ഈസ് ആക്ടിങ് ഡൗൺവേർഡ്. mg ആണ് വലുതെന്നും v ρg സ്മോൾ ആണെന്നും വിചാരിച്ചോളൂ. അപ്പം നെറ്റ് ഫോഴ്സ് എവിടേക്കായിരിക്കും? താഴേക്കായിരിക്കും. ആ ഫോഴ്സിനെ നമ്മൾ ഇവിടേക്ക് ടാൻജൻഷ്യലായും അതുപോലെ ഇവിടേക്കുമായി റിസോൾവ് ചെയ്യുന്നു. mg - v ρgയുടെ കോസ് കമ്പോണൻറ്റ് ടെൻഷനുമായി ക്യാൻസൽ ആവുന്നു. പിന്നെ അൺബാലൻസ്ഡ് ആയി വരുന്ന ഫോഴ്സാണ് mg - v ρg ഇൻറ്റു സൈൻ തീറ്റ. അതായത് mg - v ρg ആണല്ലോ നെറ്റ് ഫോഴ്സ്, അതിൻ്റെ സൈൻ കമ്പോണൻറ്റ് ഇവിടേക്ക് ആക്ട് ചെയ്യുന്നു. ആ സൈൻ കമ്പോണൻ്റ് ആണ് ബോബിനെ വീണ്ടും ഈ പൊസിഷനാണ് മീൻ പൊസിഷൻ എങ്കിൽ അങ്ങോട്ട് കൊണ്ടുവരുന്നത്. ഇവിടെ എത്തുമ്പോൾ സ്റ്റോപ്പ് ആവാത്തതിന് കാരണം നിങ്ങൾക്ക് അറിയാം, ഇനേർഷ്യ കാരണം അതർ സൈഡിലോട്ട് പോകും. ഓക്കെ, സോ നെറ്റ് റീസ്റ്റോറിംഗ് ഫോഴ്സ് ഈസ് ഈക്വൽ ടു, നമുക്ക് ഇവിടെ ഒരു മൈനസ് സൈൻ കൊടുക്കണേ. ഇവിടെ ഉണ്ട്, കറക്റ്റാണ്. -mg - v ρg ഇൻറ്റു സൈൻ തീറ്റ. ഹിയർ mg is the weight, v ρg is the buoyant force, so net force is mg - v ρg. Why you take sin theta? Cos component cancels with the tension, so the unbalanced force is mg - v ρg into sin theta. നോക്കൂ, ഈ ആംഗിൾ വെരി സ്മോൾ ആംഗിൾ ആണെങ്കിൽ അപ്രോക്സിമേറ്റ്ലി തീറ്റ ഈസ് ഈക്വൽ ആർക്ക് ബൈ റേഡിയസ് എന്ന് എടുത്തുകൂടെ? അതുകൊണ്ടാണ് സൈൻ തീറ്റ അപ്രോക്സിമേറ്റ്ലി നമ്മൾ തീറ്റയാക്കി. തീറ്റയെ നമ്മൾ എന്ത് ചെയ്തു? x/l വെച്ച് റീപ്ലേസ് ചെയ്തു. പ്രൊവൈഡഡ് ഈ ആംഗിൾ വെരി സ്മോൾ ആയിരിക്കണം കേട്ടോ. തീറ്റ ഈസ് വെരി സ്മോൾ, സോ തീറ്റ ഈസ് അപ്രോക്സിമേറ്റ്ലി x/l. കണ്ടല്ലോ. റീസ്റ്റോറിംഗ് ഫോഴ്സ് കാണാനുള്ള ഇക്വേഷൻ നമുക്കറിയാം, ന്യൂട്ടൻ്റെ സെക്കൻഡ് ലോ F = ma. സോ ആക്സിലറേഷൻ a ഈസ് ഈക്വൽ ടു m പോയി v ρg / m ഇൻറ്റു x/l. ക്ലിയർ അല്ലേ? ഇത് നമുക്ക് ഒന്നും കൂടെ മാറ്റാം കേട്ടോ. a ഈസ് ഈക്വൽ ടു -g, g കോമൺ ആണ്, x/l, l ഇവിടെ ഉണ്ട്, ഇൻറ്റു 1 - v ρ ബൈ ഡിനോമിനേറ്ററിൽ മാസ് വരുന്നുണ്ട്. ഇവിടുന്ന് കൊണ്ടുപോയ മാസ് അപ്പുറത്തുണ്ട്. മാസ് ഈസ് ഈക്വൽ ടു വോളിയം ഓഫ് ബോഡി ഇൻറ്റു ഡെൻസിറ്റി ഓഫ് ലിക്വിഡ് എന്ന് കൊടുക്കാം. സോറി,
Mass of the body is equal to volume of body into density of body. ഓക്കെ, ഈ റോ നിങ്ങൾക്ക് അറിയാം, ഇറ്റ് ഈസ് ഡെൻസിറ്റി ഓഫ് ലിക്വിഡ്, ആർക്കിമിഡീസ് പ്രിൻസിപ്പിൾ. ഡിനോമിനേറ്ററിൽ വരുന്ന മാസ് അതിനെ നമ്മൾ എങ്ങനെ റീപ്ലേസ് ചെയ്തു? വോളിയം ഓഫ് ബോഡി ഇൻറ്റു ഡെൻസിറ്റി ഓഫ് ബോഡി. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്കിതാ ഈ വി അങ്ങ് ക്യാൻസൽ ചെയ്യാം. ഓക്കെ, അങ്ങനെയാണ് നമ്മുടെ ഇക്വേഷൻ. നോക്കൂ, ആക്സലറേഷൻ എ ഈസ് ഈക്വൽ ടു, കമോൺ പറയൂ, മൈനസ് ജി ബൈ എൽ ഇൻറ്റു കമോൺ 1 മൈനസ് റോ ബൈ സിഗ്മ ഓൾ ഇൻറ്റു എക്സ്. കറക്റ്റ് അല്ലേ? ഈ എക്സ് നമ്മൾ അങ്ങോട്ട് എടുത്തു. ആക്സിലറേഷൻ എ ഈസ് ഈക്വൽ ടു മൈനസ് ഒമേഗ സ്ക്വയർ എക്സ്. നമുക്കറിയാം ഇക്വേഷൻ, സ്റ്റാൻഡേർഡ് ഇക്വേഷൻ. കമ്പയർ ചെയ്യൂ. സോ ഒമേഗ ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് കമോൺ ജി ബൈ എൽ ഇൻറ്റു 1 മൈനസ് റോ ബൈ സിഗ്മ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ടൈം പീരീഡ് കാണാനുള്ള ഇക്വേഷൻ പറയൂ. അതായത് ഇയാൾ ഒരു ഓസിലേഷൻ കംപ്ലീറ്റ് ചെയ്യാൻ എടുക്കുന്ന ടൈം പീരീഡ് ടി ഇസ് ഈക്വൽ ടു 2π ബൈ ഒമേഗ എന്നാണ്, ആണല്ലോ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ എൽ ബൈ ജി ഇൻറ്റു 1 മൈനസ് റോ ബൈ സിഗ്മ. ഇതാണ് ഇക്വേഷൻ. അപ്പോൾ വാക്വത്തിലാണ് സിമ്പിൾ പെൻഡലം ഓസിലേറ്റ് ചെയ്യുന്നതെങ്കിൽ ടൈം പീരീഡ് എല്ലാവർക്കും അറിയാം, ടി ഇസ് 2π ഇൻറ്റു റൂട്ട് ഓഫ് എൽ ബൈ ജി. ഓക്കെ, പക്ഷേ ഇതേ സിമ്പിൾ പെൻഡലം ഓസിലേറ്റ് ചെയ്യുന്നത് ഒരു ലിക്വിഡിലാണെങ്കിൽ വിസ്കസ് ഫോഴ്സ് നെഗ്ലക്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ടും ഇക്വേഷൻ ഇതാണ്, 2π ഇൻറ്റു റൂട്ട് ഓഫ് എൽ ബൈ ജി ഇൻറ്റു 1 മൈനസ് ഡെൻസിറ്റി ഓഫ് ലിക്വിഡ് ബൈ ഡെൻസിറ്റി ഓഫ് ബോഡി. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, ഈ പ്രോബ്ലത്തിൽ നമ്മൾ ഡിസ്കസ് ചെയ്ത സമയത്ത് സപ്പോസ് ഡെൻസിറ്റി ഓഫ് ലിക്വിഡും ഡെൻസിറ്റി ഓഫ് ദ ബോഡിയും ഈക്വൽ ആണെന്ന് വിചാരിക്കും. അതായത് ബോബിൻ്റെ ഡെൻസിറ്റി ലിക്വിഡിൻ്റെ ഡെൻസിറ്റിയോട് ഈക്വൽ ആണെങ്കിൽ ആ ബോഡി ഒരു ഫ്ലോട്ടിംഗ് ബോഡി ആവും അല്ലേ. അപ്പം നെറ്റ് ഫോഴ്സ് 0 ആവും അല്ലേ. നോക്കൂ, ദ ഡെൻസിറ്റി ഓഫ് ലിക്വിഡ് ഈസ് ഈക്വൽ ടു ഡെൻസിറ്റി ഓഫ് ബോഡി. റോ ബൈ സിഗ്മ ഈസ് 1 മൈനസ് 1 കമോൺ 1 മൈനസ് 1 0. സോ ടി ഈസ് ഈക്വൽ ടു 2π into root of L by 0, that is infinity. എന്താ മനസ്സിലായത്? സിമ്പിൾ പെൻഡുലത്തിൻ്റെ ബോബ്, ആ ബോബ് ഉണ്ടാക്കാൻ ഉപയോഗിച്ച മെറ്റീരിയലിൻ്റെ ഡെൻസിറ്റി ലിക്വിഡിൻ്റെ ഡെൻസിറ്റിയോട് ഈക്വൽ ആണെങ്കിൽ ബോഡി നോട്ട് ഏബിൾ ടു ഓസിലേറ്റ്. എന്താ റീസൺ? നെറ്റ് ഫോഴ്സ് 0 ആണ്. കാരണം വെയിറ്റും അപ് ത്രസ്റ്റും വെയിറ്റും കൂടെ ബാലൻസ് ചെയ്ത് നിൽക്കുകയാണ്. അങ്ങനെ നെറ്റ് ഫോഴ്സ് 0 ആണ്. അതുകൊണ്ട് ഓസിലേറ്റ് ചെയ്യില്ല. അതായത് ഓസിലേറ്റ് ചെയ്യില്ല എന്ന് പറഞ്ഞാൽ ടൈം പീരീഡ് ഈസ് നോട്ട് 0, ടൈം പീരീഡ് ഈസ് ഇൻഫിനിറ്റി. ഇപ്പോൾ ടൈം പീരീഡ് ഇൻഫിനിറ്റി എന്ന് പറഞ്ഞാൽ അതിന് മീനിങ് എന്താ? ഓരോ ഓസിലേഷൻ കംപ്ലീറ്റ് ചെയ്യാൻ ഒരുപാട് സമയം എടുക്കുന്നതാണ് മീനിങ് അല്ലേ. അതായത് ഓസിലേറ്റ് ചെയ്യില്ലേ. അപ്പോൾ ഓർമ്മിച്ച് വെച്ചോളൂ, വാട്ട് ഈസ് ദ ടൈം പീരീഡ് ഓഫ് എ സിമ്പിൾ പെൻഡുലം വെൻ ഇറ്റ് ഈസ് ഓസിലേറ്റിംഗ് ഇൻ ലിക്വിഡ് ഇൻ വിച്ച് ദ ഡെൻസിറ്റി ഓഫ് ദ ബോബ് ഈസ് ഈക്വൽ ടു ഡെൻസിറ്റി ഓഫ് ലിക്വിഡ്. ഇറ്റ് ഈസ് ഇൻഫിനിറ്റി. ഇറ്റ് മീൻസ് ദ ബോബ് നോട്ട് ഏബിൾ ടു ഓസിലേറ്റ്. ഇപ്പം ഞാൻ ഈ ഒരു പ്രോബ്ലം ഇവിടെ ഡിസ്കസ് ചെയ്തതിന് കാരണം എന്താണെന്ന് അറിയാമോ നിങ്ങൾക്ക്? സ്പ്രിംഗ് പെൻഡുലം ആണെങ്കിൽ ടൈം പീരീഡ് ഈസ് ഇൻഡിപെൻഡൻറ്റ് ഓഫ് ദ മീഡിയം. എയറിലായാലും വാട്ടറിലായാലും അതുപോലെ വേറെ ഏതെങ്കിലും ലിക്വിഡിലാണെങ്കിലും ഇഫ് ദേ ആർ നോൺ വിസ്കസ് ടൈം പീരീഡ് ഈസ് 2π ഇൻറ്റു റൂട്ട് ഓഫ് m by k. ഇവിടെ അങ്ങനെയല്ല. സിമ്പിൾ പെൻഡുലത്തിൻ്റെ കേസിൽ ടൈം പീരീഡ് ഡിപ്പെൻഡ്സ് ഓൺ ദ ഡെൻസിറ്റി ഓഫ് ദ മീഡിയം. ക്ലിയർ ആയല്ലോ? ഓർമ്മിച്ച് വെച്ചോളൂ, ടി ഈസ് 2π ഇൻറ്റു റൂട്ട് ഓഫ് എൽ ബൈ ജി ഇൻറ്റു 1 മൈനസ് ഡെൻസിറ്റി ഓഫ് ലിക്വിഡ് ബൈ ഡെൻസിറ്റി ഓഫ് ബോഡി. വർക്ക് എനർജി പവറിൽ പഠിച്ചൊരു കോൺസെപ്റ്റാണ് ഞാൻ ഇനി നിങ്ങളോട് പറയുന്നത്. സ്പ്രിങ്ങുകളെ സീരീസായി കണക്ട് ചെയ്താൽ വാട്ട് ഈസ് ദ എഫക്റ്റീവ് സ്പ്രിംഗ് കോൺസ്റ്റൻറ്റ്? സ്പ്രിംഗ് നമ്പർ 1, ഇറ്റ് സ്പ്രിംഗ് കോൺസ്റ്റൻറ്റ് ഈസ് K1. സ്പ്രിംഗ് നമ്പർ 2, ഇറ്റ് സ്പ്രിംഗ് കോൺസ്റ്റൻറ്റ് K2. They are connected one after the other, means they are in series. Clear? Then by some means you apply some force or you attach a mass at the lower end and then you disturb it. So the mass will execute to and from motion about a fixed point. നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ്. ഇവിടെ 2 സ്പ്രിംഗ് ഉണ്ടെന്ന് മാത്രം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ടോട്ടൽ ഡിസ്പ്ലേസ്മെൻറ്റ് y എന്ന് പറയുമ്പോൾ വാട്ട് ഈസ് ദ ടോട്ടൽ ഡിസ്പ്ലേസ്മെൻറ്റ് y? അതായത് ഒരു ഇൻസ്റ്റൻറ്റിൽ അയാൾ മീൻ പൊസിഷനിൽ നിന്നും y ദൂരം ഡിസ്പ്ലേസ്ഡ് ആയിരിക്കുന്നു. y ഈസ് നോ ഡൗട്ട്
സെർട്ടൈൻ ഡിസ്റ്റൻസ് സ്ട്രെച്ച്ഡ് ആയിരിക്കുന്നത് ഈ സ്പ്രിംഗ് ആണ്, റിമൈനിങ് ഇയാളാണ്. സോ നമുക്ക് എഴുതാം y = y1 + y2. ടോട്ടൽ സ്ട്രെച്ച്ഡ് ലെങ്ത് y = y1 + y2. ഹിയർ വാട്ട് ഈസ് y1? y1 എന്ന് പറയുമ്പോൾ നമുക്ക് എഴുതാം ഇയാളിൽ ഉണ്ടായ സ്ട്രെച്ചിങ് y1 എത്രയാണ് അയാൾ സ്ട്രെച്ച്ഡ് ആയിരിക്കുന്നത് = F/K1. F എന്ന് പറയുമ്പോൾ നമ്മളിവിടെ വന്ന ഫോഴ്സ്, റീസ്റ്റോറിങ് ഫോഴ്സ് എന്ന് വിചാരിച്ചോളൂ. F/K1. സ്പ്രിങ്ങിൻ്റെ മാസ് നെഗ്ലക്ട് ചെയ്താൽ അതേ ഫോഴ്സ് തന്നെയാണ് രണ്ട് സ്പ്രിങ്ങിലും ആക്ട് ചെയ്യുന്നത്. സോ y2 = F/K2. അങ്ങനെയാണെങ്കിൽ ജനറലായി നമുക്ക് എഴുതാം y റീപ്ലേസ്ഡ് ബൈ F/K, y1 റീപ്ലേസ്ഡ് ബൈ F/K1, y2 റീപ്ലേസ്ഡ് ബൈ F/K2. അപ്പം നമുക്കറിയാം നെറ്റ് ഫോഴ്സ് എന്ന് പറയാലും ഓരോരോ സ്പ്രിങ്ങിൽ ആക്ട് ചെയ്ത ഫോഴ്സ് എന്ന് പറയാലും സെയിം ആണെന്ന് നിങ്ങൾ വർക്ക് എനർജി പവറിൽ പഠിച്ചിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ നമുക്ക് F ക്യാൻസൽസ്. നോക്കൂ, F എല്ലാം ക്യാൻസലായി പോകുന്നു. സോ നമ്മുടെ ഇക്വേഷൻ നോക്കൂ, 1/K = 1/K1 + 1/K2. സോ സ്പ്രിങ്ങുകളെ നമ്മൾ സീരീസായി കണക്ട് ചെയ്താൽ എഫക്റ്റീവ് സ്പ്രിംഗ് കോൺസ്റ്റൻറ്റ് ഡിക്രീസസ്. ഇപ്പം നിങ്ങൾ മോർ ദാൻ 2 സ്പ്രിങ്സ് ലൈക്ക് ഒരു 4 or 5 എന്ന് വിചാരിച്ചോളൂ, അല്ലെങ്കിൽ n സ്പ്രിങ്സ് എന്ന് വിചാരിച്ചോളൂ. സോ 1/K = 1/K1 + 1/K2 + 1/K3 + 1/K4 + etc. So when you connect springs in series, effective spring constant decreases. നോക്കൂ, ഇനിയിപ്പോൾ ഞാനിവിടെ ഒരു സ്പ്രിങ്ങും കൂടെ അഡീഷണൽ ആയിട്ട് ഫിറ്റ് ചെയ്തു. ഇറ്റ് സ്പ്രിംഗ് കോൺസ്റ്റന്റ് ഈസ് K3. വാട്ട് ഈസ് ദ എഫക്റ്റീവ് സ്പ്രിംഗ് കോൺസ്റ്റന്റ്? 1/K = 1/K1 + 1/K2 + 1/K3. ഓക്കെ, ഇവിടെ നമുക്കിതൊന്ന് റീഅറേഞ്ച് ചെയ്ത് എഴുതാം. K = K1 K2 / K1 + K2 ആണല്ലോ. ഇതായി റിസൾട്ട് നമ്മൾ മാറ്റി എഴുതി. സോ എഫക്റ്റീവ് സ്പ്രിംഗ് കോൺസ്റ്റന്റ് വെൻ 2 springs connected in series is K = K1 K2 / K1 + K2. ഓക്കെ, സപ്പോസ് രണ്ടുപേരുടെയും സ്പ്രിംഗ് കോൺസ്റ്റന്റ് ഈക്വൽ ആണെന്ന് വിചാരിക്കൂ. ഇഫ് ഇക്വാലൻ്റ് കേട്ടോ, നമുക്കിവിടെ ഇക്വാലൻ്റ് എഴുതാം. ഇഫ് K1 = K2 = K ആണെന്ന് വിചാരിക്കും. രണ്ടുപേരുടെയും സ്പ്രിംഗ് കോൺസ്റ്റന്റ് ഈക്വൽ ആണെങ്കിൽ എഫക്റ്റീവ് സ്പ്രിംഗ് കോൺസ്റ്റന്റ് ആയിരിക്കും K × K² / ദാറ്റ് ഈസ് K/2. K equivalent is equal to K/2. ഓക്കെ, അപ്പോൾ ഓർമ്മിച്ച് വെച്ചോളൂ, രണ്ട് സ്പ്രിങ്ങുകൾ സീരീസായി വരുന്നു, രണ്ടുപേരുടെയും സ്പ്രിംഗ് കോൺസ്റ്റന്റ് ഈക്വൽ ആണ്. അങ്ങനെയാണെങ്കിൽ എഫക്റ്റീവ് സ്പ്രിംഗ് കോൺസ്റ്റന്റ് ഈസ് K/2. 3 പേരെ സീരീസായി കണക്ട് ചെയ്താൽ എല്ലാവർക്കും ഈക്വൽ സ്പ്രിംഗ് കോൺസ്റ്റന്റ് ആണെങ്കിൽ K/3. അങ്ങനെയാണെങ്കിൽ ഞാനൊരു ക്വസ്റ്റ്യൻ ചോദിക്കാം, n springs connected in series. How many? n springs connected in series. Each of spring constant K. What is the effective spring constant? No doubt it is K/n. K/n. അപ്പോൾ ഓർമ്മിച്ച് വെച്ചോളൂ, സ്പ്രിങ്ങുകളെ സീരീസായി കണക്ട് ചെയ്താൽ എഫക്റ്റീവ് സ്പ്രിംഗ് കോൺസ്റ്റന്റ് എന്ത് ചെയ്യുന്നു? ഡിക്രീസ് ചെയ്യുന്നു, അല്ലേ? ഇതിൻ്റെ റീസൺ നിങ്ങൾക്ക് അറിയാം കേട്ടോ. അതായത് സ്പ്രിങ്ങിൻ്റെ ലെങ്ത് കൂടുമ്പോൾ സ്പ്രിംഗ് കോൺസ്റ്റന്റ് ഡിപ്പെൻഡ്സ് നോട്ട് ഓൺലി ഓൺ ഇറ്റ്സ് മെറ്റീരിയൽ, ആൾസോ ഓൺ ദ ലെങ്ത് ആൻഡ് ഒറിജിനൽ ലെങ്ത് ആൻഡ് ക്രോസ് സെക്ഷണൽ ഏരിയ. നിങ്ങൾ പഠിച്ചിട്ടുണ്ട് സ്പ്രിംഗ് കോൺസ്റ്റന്റ് K depends on length. How spring constant related to length of the spring? നോക്കാം നമുക്ക്. സ്പ്രിംഗ് കോൺസ്റ്റൻറ്റും ലെങ്ത്തും തമ്മിലുള്ള റിലേഷൻ നിങ്ങൾക്ക് ക്ലിയർ ആവണമെങ്കിൽ നിങ്ങൾ യങ്സ് മോഡുലസിലേക്ക് എന്തിരിച്ചു പോകണം. ഇലാസ്റ്റിസിറ്റി ചാപ്റ്റർ ഓർമ്മയില്ലേ? നമുക്കറിയാം യങ്സ് മോഡുലസ് ഓഫ് എ വയർ, ഇലാസ്റ്റിക് വയർ, y = നമ്മൾ പഠിച്ചിരിക്കുന്ന ഇക്വേഷൻ എന്താണ്? F/A ഡിവൈഡർ ബൈ ചേഞ്ച് ഇൻ ലെങ്ത് ബൈ ഒറിജിനൽ ലെങ്ത്. ചേഞ്ച് ഇൻ ലെങ്ത്തിനെ നമ്മൾ ഇലോങ്ങേഷൻ എന്ന് പറയും, ബൈ ഒറിജിനൽ ലെങ്ത്. അപ്പം നമുക്ക് എങ്ങനെ എഴുതാം? y = FL / A × delta L. Delta L is the stretched length, elongation. നമുക്കറിയാം F/ΔL ആരാണ്? കാരണം നമ്മൾ പഠിച്ചിട്ടുണ്ട് F = K × Δl. So F/Δl is K. So our equation y = KL / A. So K = YA / L. ഇപ്പോൾ ഓർമ്മിച്ച് വെച്ചോളൂ, സ്പ്രിംഗ് കോൺസ്റ്റന്റ് K is inversely proportional to length. ഹിയർ ലെങ്ത് എന്ന് പറയുമ്പോൾ സ്ട്രെച്ച് ചെയ്യുമ്പോഴുള്ള ലെങ്ത് അല്ല, ഒറിജിനൽ ലെങ്ത് ആണ്. അപ്പം ലെങ്ത് കൂടുതലുള്ള സ്പ്രിംഗ് ആണെങ്കിൽ അയാളുടെ സ്പ്രിംഗ് കോൺസ്റ്റന്റ് കുറവായിരിക്കും.
അതായത് സ്പ്രിംഗ് കോൺസ്റ്റൻറ്റും അതുപോലെ തന്നെ ലെങ്ത്തും കൂടെ നമ്മൾ ഗ്രാഫ് വരച്ചാൽ ഗ്രാഫ് ഈസ് എ റെക്ടാങ്കുലർ ഹൈപ്പർബോള. അപ്പോൾ ഓർമ്മിച്ച് വെച്ചോളൂ, വെൻ യു കണക്ട് സ്പ്രിങ്സ് ഇൻ സീരീസ്, effective natural length of the spring increases so that spring constant decreases. എന്താ സ്പ്രിംഗ് കോൺസ്റ്റന്റ് എന്ന് പറഞ്ഞാൽ? സ്പ്രിംഗ് കോൺസ്റ്റന്റ് ഈസ് ദ ഫോഴ്സ്. സ്പ്രിംഗ് കോൺസ്റ്റന്റ് ഈസ് ദ ഫോഴ്സ് required to stretch or compress a spring by unit length. ഇപ്പോൾ ഡെൽറ്റ എൽ ഈക്വൽ ടു 1 ആയാൽ എഫ് ഈക്വൽ ടു കെ എന്ന് വരും അല്ലേ? ഇപ്പോൾ സ്പ്രിംഗ് കോൺസ്റ്റന്റ് ഡിപ്പെൻഡ്സ് നോട്ട് ഓൺലി ഓൺ ദ മെറ്റീരിയൽ ഓഫ് ദ സ്പ്രിംഗ്, ഇറ്റ് ആൾസോ ഡിപ്പെൻഡ്സ് ഓൺ ഇറ്റ്സ് നാച്ചുറൽ ലെങ്ത്. How the spring constant and natural length are related? Spring constant is inversely proportional to its original or natural length. So the graph between spring constant and natural length is a rectangular hyperbola. അപ്പോൾ നിങ്ങൾക്ക് അറിയാം, ഒരു സ്പ്രിങ്ങിനെ നമ്മൾ കട്ട് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും അറിയാം നിങ്ങൾക്ക്? സ്പ്രിംഗ് കോൺസ്റ്റൻറ്റ് ഇൻക്രീസസ്. ലെങ്ത്ത് കൂടുക എന്ന് പറയുമ്പോൾ നാച്ചുറൽ ലെങ്ത്ത് കൂടുതലുള്ളത് ഉപയോഗിക്കുമ്പോൾ എന്ത് സംഭവിക്കുന്നു? സ്പ്രിംഗ് കോൺസ്റ്റൻറ്റ് കുറയുന്നു. അങ്ങനെ സ്പ്രിങ്ങിനെ കട്ട് ചെയ്ത് പീസുകളാക്കി മാറ്റിയാൽ സ്പ്രിംഗ് കോൺസ്റ്റൻറ്റ് വിൽ ഇൻക്രീസ്. അപ്പോൾ പാരലൽ കണക്ഷനിൽ ഞാൻ നിങ്ങൾക്ക് അത് ഡിസ്കസ് ചെയ്ത് തരാം. ഓക്കെ, പാരലൽ കണക്ഷനിലേക്ക് വരാം. നോക്കൂ, ഇതാ രണ്ട് സ്പ്രിങ്ങുകൾ, അപ്പർ എൻഡ് ഈസ് റിജിഡ്ലി ക്ലാംപ്ഡ്, ലോവർ എൻഡ് നമ്മളൊരു മാസ് കണക്ട് ചെയ്തെന്ന് വിചാരിച്ചോളൂ, അല്ലെങ്കിൽ ഒരു ഫോഴ്സ് അപ്ലൈ ചെയ്തെന്ന് വിചാരിച്ചോളൂ. അങ്ങനെയാണെങ്കിൽ ഇതാ നോക്കൂ, ഇതാ എഫ് ഫോഴ്സ് അപ്ലൈ ചെയ്തു. അപ്പോൾ നമുക്കറിയാം ഇയാളുടെ സ്പ്രിംഗ് കോൺസ്റ്റൻറ്റ് K1, ഇയാളുടെ സ്പ്രിംഗ് കോൺസ്റ്റൻറ്റ് K2. അപ്പോൾ ഇതിൽ ഡെവലപ്പ് ചെയ്ത ഫോഴ്സ് എന്ന് പറയുമ്പോൾ രണ്ടുപേരുടെയും സ്പ്രിംഗ് കോൺസ്റ്റൻറ്റ് ഡിഫറൻ്റ് ആണല്ലോ. അങ്ങനെയാണെങ്കിൽ F1 ഈക്വൽ K1/y. y സെയിമാ, കാരണം രണ്ടുപേരും സ്ട്രെച്ചഡ് ആയിരിക്കണം ഒരേ ഡിസ്റ്റൻസിലേക്കാണ്. F2 ഈക്വൽ ടു K2y. നമുക്കറിയാം നെറ്റ് ഫോഴ്സ് എഫ് ഇസ് ഈക്വൽ ടു F1 പ്ലസ് F2 അല്ലേ വരിക? ആണല്ലോ. അപ്പോൾ നെറ്റ് ഫോഴ്സ് ഈക്വൽ ടു F1 പ്ലസ് F2 ഈക്വൽ ടു KY. സോ നമുക്കിങ്ങനെ ഇക്വേറ്റ് ചെയ്യാം. എഫിന് പകരം നമ്മൾ KY കൊടുത്തു, F1 പകരം നമ്മൾ K1y കൊടുത്തു, F2 പകരം K2y കൊടുത്തു. F ഈക്വൽ ടു F1 പ്ലസ് F2. ഓക്കെ, അങ്ങനെയാണെങ്കിൽ y ക്യാൻസലായി പോകുന്നു. ബാക്കി നമുക്ക് എന്ത് കിട്ടുന്നു? K is equal to K1 plus K2. So when springs connected in parallel, effective stiffness, spring constant will increases. ഇപ്പോൾ സ്പ്രിങ്ങുകളെ പാരലായി കണക്ട് ചെയ്താൽ എന്താ സംഭവിക്കുക? സ്പ്രിംഗ് കോൺസ്റ്റൻറ്റ് ഡിക്രീസസ്. പാരലായി കണക്ട് ചെയ്താൽ എന്ത് സംഭവിക്കും? സ്പ്രിംഗ് കോൺസ്റ്റൻറ്റ് ഇൻക്രീസസ്. കേട്ടോ, ഇപ്പം ഞാൻ പറയാം നിങ്ങളോട്, spring constants K1, K2, K3, so many springs are there, n springs are there. What is the effective spring constant K? K is equal to K1 plus K2 plus K3 plus K4 plus etc. All are identical. Spring constant of each one is K. What is the net spring constant? It is simply NK. 3 എണ്ണാണെങ്കിൽ 3K, 4 എണ്ണാണെങ്കിൽ 4K, 5 എണ്ണാണെങ്കിൽ 5K, n എണ്ണാണെങ്കിൽ NK. So ഓർമ്മിച്ച് വെച്ചോളൂ, when springs connected in parallel, effective spring constant will increases. Okay. Then ഞാൻ നേരത്തെ പറഞ്ഞ ഒരു കോൺസെപ്റ്റിലോട്ട് വരാം. എ സ്പ്രിംഗ് ഹാവിംഗ് സ്പ്രിംഗ് കോൺസ്റ്റൻറ്റ്, എ സ്പ്രിംഗ് its spring constant K cut into 2 equal pieces. എന്നിട്ട് രണ്ടുപേരും ഇതെങ്ങനെ വെച്ചു? നമ്പർ 1, നമ്പർ 2. വാട്ട് ഈസ് സ്പ്രിംഗ് കോൺസ്റ്റൻറ്റ് ഓഫ് ഈച്ച് പാർട്ട്? K ആയിരുന്നെങ്കിൽ ഇയാളുടെ സ്പ്രിംഗ് കോൺസ്റ്റൻറ്റും 2K ആയിട്ട് മാറും, ഇയാളുടെ സ്പ്രിംഗ് കോൺസ്റ്റൻറ്റും 2K ആയിട്ട് മാറും. When you cut a spring into 2 equal pieces, spring constant of each part becomes 2K. If you cut into 3 pieces, 3K. അപ്പോൾ ഞാനൊരു ക്വസ്റ്റ്യൻ ചോദിക്കാം. എ സ്പ്രിംഗ് ഹാവിംഗ് സ്പ്രിംഗ് കോൺസ്റ്റൻറ്റ് K cut into n equal pieces. What is the spring constant of each piece? NK. Spring constant of each piece is NK. കേട്ടോ, അപ്പോൾ ഓർമ്മിച്ച് വെച്ചോളൂ, സ്പ്രിങ്സ് സീരീസ് ആയി കണക്ട് ചെയ്താൽ എഫക്റ്റീവ് സ്പ്രിംഗ് കോൺസ്റ്റൻറ്റ്, ദാറ്റ് ഈസ് ഫോഴ്സ് റിക്വയർഡ് ടു സ്ട്രെച്ച് ദ സിസ്റ്റം ത്രൂ 1 centimeter will decrease. Effective spring constant decreases. But when they are connected in parallel, effective spring constant increases. Then one more point, spring constant K of a spring is inversely proportional to its original or natural length.
K is inversely proportional to L. So the graph between K and L is a rectangular hyperbola. Similarly, when you cut a spring into many pieces, spring constant of each part is greater than that of the original one, no doubt. For example, when you cut a spring having spring constant K into 5 equal pieces, spring constant of each part become 5K, 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 5K. എല്ലാം 5K ആയിട്ട് മാറും. ജനറലായിട്ട് പറയാം, cut into n equal pieces, spring constant of each part is nk. Clear? ഒരു സ്പെഷ്യൽ കേസ് നോക്കൂ. Find the time period of the block spring system shown in figure. K1, K2, K3. The mass in between ആണല്ലോ. നമുക്ക് ഈ അറേഞ്ച്മെൻറ്റ് എങ്ങനെ മാർക്ക് ചെയ്യാമെന്ന് അറിയാമോ നിങ്ങൾക്ക്? ഇതാ ഒരു സ്മൂത്ത് സർഫസ് എടുക്കാം, രണ്ട് എൻഡും റിജിഡ് ആയിട്ടുള്ള വാളുകളാണെന്ന് വിചാരിച്ചോളൂ, വാൾസ്. ദെൻ spring number 1, spring number 2, they are connected in parallel to a mass m. The K1, K2, ഇതാ മാസ് m. സി ഈ ലോവർ എൻഡ് നമ്മൾ ഫിക്സ് ചെയ്തിരിക്കുക. അങ്ങനെയാണെങ്കിൽ നമുക്കിതാ K3 ഉള്ള ആളെ നമുക്ക് ഇങ്ങനെ വരയ്ക്കാം അല്ലേ, K3 ഇവിടെയും ഫിക്സ് ചെയ്തിരിക്കുക. അപ്പോൾ നമ്മൾ ഈ മാസിനെ ഡിസ്റ്റർബ് ചെയ്യുമ്പോൾ ഇവർ രണ്ടുപേരും സ്ട്രെച്ചഡ് ആവും. റീസ്റ്റോറിങ് ഫോഴ്സ് എവിടേക്ക് ലെവലൈവ് ചെയ്യും? തിരിച്ചു വലിക്കും. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഇത് അങ്ങോട്ട് നീങ്ങുമ്പോൾ ഇയാൾ കംപ്രസ്ഡ് ആവും, അയാൾ കംപ്രസ്ഡ് ആകുമ്പോൾ അയാളും തിരിച്ചിങ്ങോട്ടല്ലേ തള്ളുന്നത്. അപ്പോൾ ഈ എം എന്ന് പറയുന്ന മാസ് റൈറ്റ് സൈഡിലോട്ട് മൂവ് ചെയ്യുമ്പോൾ ഡെവലപ്പ് ചെയ്യുന്ന റീസ്റ്റോറിങ് ഫോഴ്സുകൾ K1 സ്പ്രിംഗ് കോൺസ്റ്റൻ്റ് ഉള്ള സ്പ്രിങ്ങിലും ഈ സ്പ്രിങ്ങിലും എല്ലാം ഒരേ ഡയറക്ഷനാണ്. അതായത് ഈ അറേഞ്ച്മെൻറ്റ് എന്ന് പറയുമ്പോൾ ഇറ്റ് ഈസ് ഇക്വിവാലന്റ് ടു, നമുക്ക് ഇങ്ങനെ മാർക്ക് ചെയ്തതിൽ കുഴപ്പമൊന്നുമില്ല. അതായത് ഇതാ 3 സ്പ്രിങ്ങും കൂടെ എങ്ങനെ നിൽക്കുന്നത് പോലെ പാരലായി കണക്ട് ചെയ്ത പോലെയാണ്. അതായത് ഇവർ രണ്ടുപേരും സ്ട്രെച്ചഡ് ആവുന്നു, ഇയാൾ കംപ്രസ്ഡ് ആവുന്നു. സ്ട്രെച്ചഡ് ആവുമ്പോഴും എനർജി സ്റ്റോർ ചെയ്യും, കംപ്രസ്ഡ് ആവുമ്പോഴും എനർജി സ്റ്റോർ ചെയ്യും. അങ്ങനെയാണെങ്കിൽ ഈ 3 സ്പ്രിങ്ങും കൂടെ എന്ത് കണക്ഷനാണ്? നോ ഡൗട്ട് ഓൾ ദ 3 ആർ ഇൻ പാരലൽ കണക്ഷൻ. So what about the spring constant? Effective spring constant is K is equal to K1 plus K2 plus K3. പല കുട്ടികൾക്കും ഒരു മിസ്കൺസെപ്റ്റ് വരും, ഇവർ രണ്ടുപേരും പാരലൽ ആണെന്നും അത് ഇതുമായിട്ട് സീരീസ് ആണെന്നും. അല്ല, അങ്ങനെ വരണമെങ്കിൽ എങ്ങനെ സംഭവിക്കണം നോക്കൂ. ഇതാ ഇങ്ങനെ വന്നാൽ ശരിയാ. നമ്പർ 1 നമ്പർ 2 ഇത് രണ്ടും കൂടെ ജോയിൻ ചെയ്തു വേറൊരു സ്പ്രിങ്ങുമായിട്ട്, എന്നിട്ട് ഇങ്ങനെ കണക്ട് ചെയ്തു. അങ്ങനെയാണെങ്കിൽ ആർഗ്യുമെൻറ്റ് കറക്റ്റാണ്. ഇവർ രണ്ടുപേരും കൂടെ പാരലൽ, അത് ഇതുമായിട്ട് സീരീസ്. പക്ഷേ ഇവിടെ നോക്കൂ, മാസ് വന്നിരിക്കുന്നത് എവിടെയാണ്? ഇതാ ഈ പൊസിഷനിലാണ് വന്നിരിക്കുന്നത്, ഇവിടെയാണ്. അത് രണ്ട് ഫിക്സ്ഡുമാണ്. അങ്ങനെയാണെങ്കിൽ 3 പേരും പാരലൽ ആവുമ്പോൾ എന്തായിരിക്കുമോ ടൈം പീരീഡ്, അതേ റിസൾട്ടാണ് ഇവിടെ വരുന്നത്. ഓക്കെ, അപ്പോൾ ഓർമ്മിച്ച് വെച്ചോളൂ. ഹിയർ ദിസ് അറേഞ്ച്മെൻറ്റ് ഈസ് ഇക്വിവാലന്റ് ടു 3 springs connected in parallel. So effective spring constant K is equal to K1 plus K2 plus K3. If all are identical, the result is 3K. ഒരു ഹയർ ലെവൽ പ്രോബ്ലം നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, എഞ്ചിനീയറിംഗ് ബാച്ചിലെ കുട്ടികളെല്ലാം വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ക്വസ്റ്റ്യൻ കേട്ടോ. ഇതാ ഇവിടെ റിജിഡ്ലി ക്ലാംപ്ഡ് ആണ്, ഇവിടെയും റിജിഡ്ലി ക്ലാംപ്ഡ് ആണ്, ഇവിടെയും റിജിഡ്ലി ക്ലാംപ്ഡ് ആണ്. ഓക്കെ, ഇതാ ഇവിടെ തീറ്റ എന്ന് പറയുന്ന ഒരു ആംഗിൾ ഉണ്ട്, ഈ ആംഗിളും തീറ്റയാണ്. ഓക്കെ, നമുക്ക് ഏത് ആംഗിൾ വേണേൽ എടുക്കാം, 45 30 ഡിഗ്രിന്നോ 60 ഡിഗ്രിന്നോ എനി ആംഗിൾ. ഇയാളുടെ സ്പ്രിംഗ് കോൺസ്റ്റൻറ്റ് K1, ഇയാളുടെ സ്പ്രിംഗ് കോൺസ്റ്റൻറ്റ് K2, ഇയാളുടെ സ്പ്രിംഗ് കോൺസ്റ്റൻറ്റ് ഇവർ രണ്ടുപേരുടെയും സ്പ്രിംഗ് കോൺസ്റ്റൻറ്റ് K1 ഐഡൻറ്റിക്കലാണ് ഇവർ കേട്ടോ. ഇയാളുടെ സ്പ്രിംഗ് കോൺസ്റ്റൻറ്റ് K2. ക്ലിയർ അല്ലേ? നമ്മൾ ഈ സിസ്റ്റത്തിനെ ഡിസ്റ്റർബ് ചെയ്തുള്ള ടൈം പീരീഡാണ് ക്വസ്റ്റ്യൻ. മാത്തമാറ്റിക്കൽ കൺവീനിയൻസിന് വേണ്ടി നമുക്കൊരു കാര്യം ചെയ്യാം, ഈ മാസിനെ താഴേക്ക് ഞാൻ അങ്ങ് പ്രസ് ചെയ്യുന്നു. ഓക്കെ, എക്സ് ദൂരം നമ്മൾ ഇയാളെ കംപ്രസ് ചെയ്തു എന്ന് വിചാരിച്ചോളൂ. സ്പ്രിങ്ങിനെ നമ്മൾ എക്സ് ദൂരം കംപ്രസ് ചെയ്യുന്നു. ഒരു എക്സ് ദൂരം കംപ്രസ്ഡ് ആക്കുന്നു. ക്ലിയർ അല്ലേ? അതായത് ഈ പോയിന്റിൽ നിന്നും ഈ പോയിന്റ് വരെ അത്രയും ദൂരം നമ്മൾ ഇയാളെ താഴേക്ക് തള്ളി. അപ്പോൾ ഈ സ്പ്രിങ്ങിൽ ഡെവലപ്പ് ചെയ്യുന്ന ഫോഴ്സ് എവിടെയൊക്കെ ആയിരിക്കും? നോ ഡൗട്ട് ഏത് ഡയറക്ഷനിലായിരിക്കും? ഇതാ ഇയാളിൽ ഡെവലപ്പ് ചെയ്യുന്ന ഫോഴ്സ് മുകളിലോട്ടല്ലേ വരുന്നത്. എന്തുകൊണ്ടാണ്? ഈ സ്പ്രിങ് കംപ്രസ്ഡ് ആകുമ്പോൾ അവനെ തിരിച്ചു തള്ളും. സ്പ്രിങ് നമ്പർ ദിസ് വൺ, that is spring having spring constant K2 will push the block upward when you disturb it downward. Okay, അതുപോലെ തന്നെ നമുക്കറിയാം
ഇയാൾ ഈ പൊസിഷനിലേക്ക് വന്നു. അതാണ് ഈ പോയിന്റ് മാർക്ക് ചെയ്തിരിക്കുന്നത്, കണ്ടോ? അപ്പോൾ സ്പ്രിങ്ങുകളുടെ ഓറിയൻറ്റേഷൻ എന്ന് പറയുമ്പോൾ അത് മാറുന്നുണ്ട്. അപ്പോൾ നമുക്ക് പറയാം ഈ സ്പ്രിങ്ങിൽ ഡെവലപ്പ് ചെയ്ത ഫോഴ്സ് ഇതാ ഇവിടേക്കുണ്ട്. നമുക്കൊരു കാര്യം ചെയ്യാം, എഫ് ഡാഷിന് എടുക്കാം, ഇയാളെ നമുക്ക് എഫ് ഡാഷിന് എടുക്കാം. ഓക്കെ, അപ്പോൾ ഈ സ്പ്രിങ് ഇൻസേർട്ട് ചെയ്ത ഫോഴ്സ് ആണ് എഫ്. ഓക്കെ, ഇങ്ങോട്ടും ഫോഴ്സ് ഉണ്ട്, ഇങ്ങോട്ടും ഫോഴ്സ് ഉണ്ട്. കാരണം ഈ രണ്ട് സ്പ്രിങ് ഇതാ ഇവിടേക്ക് വന്നു. കാരണം അവർ സ്ട്രെച്ചഡ് ആയിരിക്കുക രണ്ടുപേരും. ഇപ്പം തിരിച്ചിങ്ങോട്ട് പിടിക്കും. ഇപ്പം നെറ്റ് റീസ്റ്റോറിങ് ഫോഴ്സ് എന്ന് പറയുമ്പോൾ നമുക്ക് എഴുതാം, നെറ്റ് റീസ്റ്റോറിങ് ഫോഴ്സ് എന്ന് പറയുമ്പോൾ ഈ ബ്ലോക്ക് വീണ്ടും പഴയ പൊസിഷനിലോട്ട് വരാനുള്ള ടെൻഡൻസി കാണിക്കും. അപ്പോൾ എഫ് മുകളിലോട്ടുണ്ട്. അപ്പോൾ എഫ് പ്ലസ്, നോക്കൂ ഇവിടേക്കും എഫ് ഡാഷ് ഉണ്ട്, ഇവിടേക്കും എഫ് ഡാഷ് ഉണ്ട്. ഇതാ എഫ് ഡാഷ് എഫ് ഡാഷ്. ഈ എഫ് ഡാഷിൻ്റെ ഈ ആംഗിൾ തീറ്റ എന്ന് വിചാരിച്ചോളൂ. ഇതാ ഈ സ്മോൾ ഡിസ്പ്ലേസ്മെൻ്റ് ആണെങ്കിൽ ഈ തീറ്റ അപ്രോക്സിമേറ്റ്ലി നമുക്ക് തീറ്റയായിട്ട് തന്നെ എടുക്കാം. ഓർമ്മിക്കുക, സ്മോൾ ഡിസ്പ്ലേസ്മെൻറ്റേ ഉണ്ടാവാൻ പാടുള്ളൂ കേട്ടോ. കണ്ടോ, ഈ തീറ്റയും അപ്രോക്സിമേറ്റ്ലി നമ്മൾ സെയിം ആക്കി എടുക്കുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ എഫ് ഡാഷിൻ്റെ കോസ് കമ്പോണൻ്റ് അല്ലേ മുകളിലോട്ട് ആക്ട് ചെയ്യുന്നത്, ഈ ഫോഴ്സിൻ്റെ കോസ് കമ്പോണൻ്റ് മുകളിലോട്ടുണ്ട്. അതുപോലെ തന്നെ ഈ എഫ് ഡാഷിൻ്റെ കോസ് കമ്പോണൻ്റ് മുകളിലോട്ടുണ്ട്. ഈ എഫ് ഡാഷിൻ്റെ സൈൻ കമ്പോണൻറ്റും ഈ എഫ് ഡാഷിൻ്റെ സൈൻ കമ്പോണൻറ്റും തമ്മിൽ ക്യാൻസൽ ആയി പോകുന്നു. ഇപ്പം നെറ്റ് റീസ്റ്റോറിങ് ഫോഴ്സ് എന്ന് പറയുമ്പോൾ നമുക്ക് എഴുതാം, മൈനസ് ഇവിടെ ഇട്ട് കൊടുക്കാം, എഫ് പ്ലസ് 2f ഡാഷ്, കമോൺ 2f ഡാഷ് കോസ് തീറ്റ. എന്താ 2f ഡാഷ്? ഈ എഫ് ഡാഷിൻ്റെ കോസ് കമ്പോണൻറ്റും ഉണ്ട്, ഈ എഫ് ഡാഷിൻ്റെ കോസ് കമ്പോണൻറ്റും ഉണ്ട്. അതായത് ഈ സ്പ്രിങ് സ്ട്രെച്ചഡ് ആയതുകൊണ്ട് അതിൽ ഡെവലപ്പ് ചെയ്ത റീസ്റ്റോറിംഗ് ഫോഴ്സ് ഉണ്ട്, ഈ സ്പ്രിങ്ങിൽ ഡെവലപ്പ് ചെയ്ത റീസ്റ്റോറിംഗ് ഫോഴ്സ് ഉണ്ട്. ഈ സ്പ്രിങ്ങിനെ ഓൾറെഡി നമ്മൾ എടുത്തു കഴിഞ്ഞു, എഫ്. ക്ലിയർ അല്ലേ? ഇനി നമ്മൾ എന്ത് ചെയ്യണം നോക്കൂ, റീസ്റ്റോറിംഗ് ഫോഴ്സ് എഫ് ആർ ഈക്വൽ ടു ഇതാ നമ്മളിവിടെ മാർക്ക് ചെയ്തിരിക്കുന്നു. ഈ സ്പ്രിങ് ഉണ്ടല്ലോ, ദിസ് വൺ, അയാൾ എത്ര ദൂരം, y ദൂരം, അതായത് ഈ പോയിന്റ് നമ്മൾ ഇവിടേക്ക് മാറിയെന്ന് കാണിച്ചു, y ദൂരം സ്ട്രെച്ചഡ് ആയിരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ റീസ്റ്റോറിംഗ് ഫോഴ്സ് ഈസ് ഈക്വൽ ടു മൈനസ് ഓഫ് എഫ് ഈക്വൽ ടു മൈനസ് K2y. എന്തുകൊണ്ടാണ് K2? ഈ സ്പ്രിങ്ങിൻ്റെ സ്പ്രിങ് കോൺസ്റ്റന്റ് K2 ആണ്. അയാൾ സ്ട്രെച്ചഡ് ആയിരിക്കുന്ന ഡിസ്റ്റൻസ് നമ്മൾ എത്രയാക്കി എടുത്തു, y എന്നെടുത്തു. അങ്ങനെയാണെങ്കിൽ മൈനസ് K2y പ്ലസ് 2f ഡാഷ്. എഫ് ഡാഷ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഈ സ്പ്രിങ്, അതായത് ഈ K2 സ്പ്രിങ് കോൺസ്റ്റന്റ് ഉള്ള സ്പ്രിങ് y ദൂരമാണ് കംപ്രസ്ഡ് ആയിരിക്കുന്നത്. അതേ സമയത്ത് ഈ സ്പ്രിങ്ങും എത്ര ദൂരമാണ്, y ഡാഷ് ഡിസ്റ്റൻസ് ആണ്. y ഡാഷ്, കമോൺ, y ഡാഷ് ഡിസ്റ്റൻസ് ആണ് എന്ത് ചെയ്തിരിക്കുന്നത്, സ്ട്രെച്ചഡ് ആയിരിക്കുന്നത്. അങ്ങനെയുള്ള എഫ് ഡാഷ് എന്ന് പറയുന്നത് നമുക്ക് എന്ത് കൊടുക്കാം, K1y ഡാഷ് ഇൻറ്റു കോസ് തീറ്റ. ക്ലിയർ ആയോ ആ സ്റ്റെപ്പ്? എന്തുകൊണ്ടാണ് K1? ഈ രണ്ട് സ്പ്രിങ്ങുകളുടെയും സ്പ്രിങ് കോൺസ്റ്റന്റ് K1 ആണ്. 2 ടൈംസ് വരാനുള്ള കാരണം രണ്ടിലുണ്ട്. എന്തുകൊണ്ടാണ് y എന്നെടുക്കാതെ y ഡാഷിന് എടുത്തത്? ഈ സ്പ്രിങ് y ദൂരം കംപ്രസ്ഡ് ആവുമ്പോൾ ഈ സ്പ്രിങ്ങും എത്ര ദൂരമേ സ്ട്രെച്ചഡ് ആയിട്ടുള്ളൂ, y ഡാഷ്. ക്ലിയർ അല്ലേ? നോട്ട് ഈക്വൽ. വെർട്ടിക്കലിയാണ് വെച്ചിരുന്നെങ്കിൽ ശരിയാണ്, ഇയാൾ y ദൂരം കംപ്രസ്ഡ് ആകുമ്പോൾ മറ്റു രണ്ടുപേരും y ദൂരം സ്ട്രെച്ചഡ് ആകണമായിരുന്നു. ഇതൊരു ആംഗിളിലല്ലേ നിൽക്കുന്നത്. ഓക്കെ, ദെൻ റീസ്റ്റോറിംഗ് ഫോഴ്സ് എഫ് ഈസ് ഈക്വൽ, നമുക്ക് എം എ എന്ന് കൊടുക്കാം. ദാറ്റ് ഈസ് ഈക്വൽ ടു മൈനസ് K2 ഇൻറ്റു y പ്ലസ് 2 ടൈംസ് K1 ഇൻറ്റു കോസ് തീറ്റ. അവിടെ ഉണ്ട്, ഓൾറെഡി ഒരു കോസ് തീറ്റ ഉണ്ട്, ഇൻറ്റു ദാറ്റ് ഈസ് y ഡാഷ്. നോക്കൂ, ഞാൻ പറഞ്ഞല്ലോ ഈ ആംഗിളും അപ്രോക്സിമേറ്റ്ലി സെയിം ആണ്, പ്രൊവൈഡഡ് ദ ബോഡി ഈസ് ഡിസ്പ്ലേസ്ഡ് ഫോർ എ വെരി സ്മോൾ ഡിസ്റ്റൻസ്. അങ്ങനെയാണെങ്കിൽ നമുക്കൊരു കാര്യം ചെയ്യാം, ഈ ട്രയാങ്കിളിലേക്ക് വന്നാൽ നമുക്ക് എഴുതാം കോസ് തീറ്റ ഈസ് ഈക്വൽ ടു കമോൺ ഇതല്ലേ y ഡാഷ് ഡിവൈഡഡ് ബൈ y. സോ y ഡാഷ് ഈസ് ഈക്വൽ ടു കമോൺ y കോസ് തീറ്റ. അത് നമുക്ക് അവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം, y കോസ് തീറ്റ. ഓക്കെ, സോ നമ്മുടെ ഫൈനൽ ഇക്വേഷൻ എന്ന് പറയുമ്പോൾ ആക്സലറേഷൻ എ ഈസ് ഈക്വൽ ടു, അതായത് മുകളിലേക്കുള്ള റീസ്റ്റോറിംഗ് ആക്സലറേഷൻ ഈസ് ഈക്വൽ ടു കമോൺ
മൈനസ് കെ ടു അല്ലേ K2 പ്ലസ് 2K1 ഇൻറ്റു കോസ് തീറ്റ കോസ് സ്ക്വയർ തീറ്റ ഇൻറ്റു വൈ ബൈ എം. ഇയാളെ നമുക്ക് ആരുമായി കമ്പയർ ചെയ്യാം? നമ്മുടെ സ്റ്റാൻഡേർഡ് ഇക്വേഷനുമായി കമ്പയർ ചെയ്യാം. A = മൈനസ് ഒമേഗ സ്ക്വയർ വൈ. ഈ പ്രോബ്ലത്തിൽ ഈ തീറ്റ തന്നിരുന്നെങ്കിൽ നമുക്കവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ നമുക്ക് പെട്ടെന്ന് ആൻസർ കിട്ടും. ഇവിടെ തീറ്റയുടെ വാല്യൂ നമുക്ക് തന്നിട്ടില്ല. അതുകൊണ്ട് ഒമേഗ സ്ക്വയർ = K2 പ്ലസ് 2K1 കോസ് സ്ക്വയർ തീറ്റ ബൈ എം എന്ന് വരുന്നു. ദെൻ ടൈം പീരീഡ് T = 2π ബൈ ഒമേഗ എടുത്താൽ മതി. പ്രൊസീജിയർ മനസ്സിലായോ നിങ്ങൾക്ക്? അപ്പോൾ എന്താ പ്രൊസീജിയർ? Let us assume this block is displaced for a small distance y. So restoring force developed in this spring is K2y. Actually ഇവിടെ മൈനസ് സൈൻ വീണ്ടും വേണ്ട കേട്ടോ. ഓൾറെഡി നമ്മൾ മൈനസ് സൈൻ പുറത്ത് ഇട്ടിട്ടുണ്ടല്ലോ. ഓക്കെ. At the same time, these two springs are stretched for a length y dash. First of all, you find the relationship between y dash and y. Then you substitute. Final result will be like this. സോ ഇങ്ങനെയാണ് ഓസിലേറ്റ് ചെയ്യുക കേട്ടോ. നമ്മൾ ഇയാളെ താഴേക്ക് ഡിസ്റ്റർബ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് മുകളിലേക്കും താഴേക്കും പോകുന്നു. ടൈം പീരീഡ് കാണാൻ 2π ഇൻറ്റു റൂട്ട് ഓഫ് 2π ബൈ ഒമേഗ. യു സബ്സ്റ്റിറ്റ്യൂട്ട് ഫോർ ഒമേഗ, ദെൻ യു വിൽ ഗെറ്റ് ദ ആൻസർ. ഓക്കെ. ഇപ്പോൾ സ്പ്രിംഗ് മാസ് സിസ്റ്റം ഒരുപാട് കേസുകളുണ്ട്. നിങ്ങൾ കുറേ പ്രോബ്ലംസ് ചെയ്ത് നോക്കുക. സീരീസ് പാരലൽ കണക്ഷൻ കുറേ പ്രോബ്ലംസ് ചെയ്ത് നോക്കണം. ഞാൻ ഒരു പ്രോബ്ലം ഒരു ഷോർട്ട് കട്ട് കൂടെ പറഞ്ഞുതരാം. എനർജി മെത്തേഡ് എന്ന് പറയും. എനർജി മെത്തേഡ് അതുകൂടെ പറഞ്ഞ് നമുക്ക് ഈ എപ്പിസോഡ് അവസാനിപ്പിക്കാം. ഓക്കെ. an interesting problem. Find time period of system. Here it is a cylinder, not a block. Spring cylinder system. നമ്മൾ അയാളെ ഡിസ്റ്റർബ് ചെയ്തു. അപ്പോൾ നമുക്കറിയാം നമ്മൾ ഡിസ്റ്റർബ് ചെയ്യുമ്പോൾ അയാൾക്ക് കൈനറ്റിക് എനർജി കിട്ടി. വിത്തൗട്ട് സ്ലിപ്പിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ട്, പ്യുവർ റോളിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ എ പാർട്ട് ഓഫ് എനർജി അപ്പിയർഡ് ആസ് ട്രാൻസ്ലേഷണൽ കൈനറ്റിക് എനർജി ഓഫ് സിലിണ്ടർ, ഒപ്പം റൊട്ടേഷണൽ കൈനറ്റിക് എനർജി ഉണ്ട്. അതേ ഇൻസ്റ്റൻറ്റിൽ നമുക്കറിയാം ഈ സ്പ്രിംഗ് കംപ്രസ്ഡോ അല്ലെങ്കിൽ സ്ട്രെച്ചഡോ ആണ് ഉള്ള സിറ്റുവേഷൻ ആണെങ്കിൽ കുറേ എനർജി ആരുടെ കയ്യിലുണ്ട്? നമ്മുടെ സ്പ്രിങ്ങിൻ്റെ കയ്യിൽ ഇലാസ്റ്റിക് പൊട്ടൻഷ്യൽ എനർജി ആയിട്ടുണ്ട്. അപ്പം ഞാൻ ജനറലായിട്ടൊരു ഇക്വേഷൻ നിങ്ങൾക്ക് പറഞ്ഞു തരികയാണ്. എനർജി മെത്തേഡ് ഹയർ ലെവൽ പ്രോബ്ലംസ് സോൾവ് ചെയ്യാനുള്ളൊരു ഷോർട്ട് കട്ടാണ്. ടോട്ടൽ എനർജി ഓഫ് ദ സിസ്റ്റം ഈസ് ഈക്വൽ ടു AX² പ്ലസ് BV² ആണെന്ന് വിചാരിക്കും നിങ്ങൾ. നമുക്ക് ഈ സിസ്റ്റത്തിൻ്റെ ടോട്ടൽ എനർജി AX² പ്ലസ് BV² ഫോർമാറ്റിൽ എഴുതാൻ പറ്റുമെന്ന് വിചാരിക്കും. അങ്ങനെയാണെങ്കിൽ ടൈം പീരീഡ് കാണാനുള്ള ഇക്വേഷൻ 2π ഇൻറ്റു നോക്കിക്കോളൂ എന്താ ചെയ്യുന്നത്. E = നമ്മൾ കണ്ടു AX² പ്ലസ് BV² ആണ്. ഇപ്പോൾ d/dt നമുക്ക് എന്ത് എഴുതാം? d/dt A ഇൻറ്റു 2x ഇൻറ്റു dx/dt, റൈറ്റ്? കാരണം x² ഡെറിവേറ്റീവ് എടുത്തു, പ്ലസ് b ഇൻറ്റു 2v ഇൻറ്റു dv/dt. കറക്റ്റ് അല്ലേ? ഡെറിവേറ്റീവ് എടുത്തു. നമുക്കറിയാം എനർജി ലോസ് ഇല്ലാത്തൊരു സിസ്റ്റമാണെങ്കിൽ, അതായത് ഫ്രിക്ഷൻ ഒന്നും ഇല്ലയെന്ന് വിചാരിച്ചോളൂ, ഡിസിപ്പേഷൻ ഒന്നും ഇല്ലയെന്ന് വിചാരിച്ചോളൂ, നമ്മൾ കൊടുക്കുന്ന എനർജി സ്പ്രിങ്ങിൻ്റെ ഇലാസ്റ്റിക് പൊട്ടൻഷ്യൽ എനർജി ആയിട്ടും അതുപോലെ തന്നെ സിലിണ്ടറിൻ്റെ ട്രാൻസ്ലേഷണൽ പ്ലസ് റൊട്ടേഷണൽ കൈനറ്റിക് എനർജിയുമായിട്ടാണ് അപ്പിയർഡ് ആവുന്നതെങ്കിൽ നമുക്ക് ലെഫ്റ്റ് സൈഡ് 0 എടുക്കാം. 0 = 2AXV, കാരണം dx/dt ഈസ് വെലോസിറ്റി, പ്ലസ് 2BV ഇൻറ്റു ആക്സലറേഷൻ ആണല്ലോ. അപ്പോൾ 2BVA = മൈനസ് 2AXV. വി ക്യാൻസൽ ആവുന്നു, 2 ക്യാൻസൽ ആവുന്നു. അപ്പോൾ ആക്സലറേഷൻ A = മൈനസ് A/B ഇൻറ്റു എക്സ്. കറക്റ്റ് അല്ലേ? ഇയാളെ നമുക്ക് ആരുമായിട്ട് കമ്പയർ ചെയ്യാം? മൈനസ് ω²x കമ്പയർ ചെയ്യാം. കറക്റ്റ് അല്ലേ? അപ്പോൾ ω² എന്ന് വരുന്നു. ω² = A/B. ω = √A/B. അപ്പോൾ ടൈം പീരീഡ് കാണാനുള്ള ഇക്വേഷൻ പറയൂ. T = 2π ഇൻറ്റു റൂട്ട് ഓഫ് B/A. B/A. Here B is called inertia factor and A is called spring factor. അപ്പം ഞാൻ പറഞ്ഞു, if we can express total energy of the system as AX² plus BV², then time period T is 2π into root of, come on, B/A. This B is called inertia factor. A is called
കണ്ടോ, സ്ട്രെച്ച്ഡ്, കംപ്രസ്ഡ്. അങ്ങനെയാണെങ്കിൽ അത് ഇലാസ്റ്റിസിറ്റിയുമായി റിലേറ്റഡ് ആയിട്ടുള്ള ക്വാണ്ടിറ്റിയാണ്. എ ഈസ് കാൾഡ് സ്പ്രിംഗ് ഫാക്ടർ ഓർ സ്പ്രിംഗ് ഫാക്ടർ. അപ്പോൾ ബി ഈസ് ഇനേർഷ്യ ഫാക്ടർ, എ ഈസ് സ്പ്രിംഗ് ഫാക്ടർ. സോ ജനറൽ എക്സ്പ്രഷൻ ഈസ് 2π√B/A ഫോർ ടൈം പീരീഡ്. സോ നിങ്ങൾ ഓർമ്മിച്ച് വെച്ചോളൂ, if we can express total energy of the system as ax² plus bv² and it is a constant, you neglect all other dissipative forces, so energy dissipated, you neglect that one, then time period t is 2π√B/A. ഇനി ഈ പ്രോബ്ലത്തിലേക്ക് വരാം. നമുക്ക് നോക്കിക്കോളൂ, നിങ്ങൾക്ക് വളരെ പെട്ടെന്ന് ആൻസർ കിട്ടും. നോക്കിക്കോളൂ കേട്ടോ. ദാ ഇവിടെ ടോട്ടൽ എനർജി നമുക്ക് എങ്ങനെ എക്സ്പ്രസ് ചെയ്യാം? E is equal to സ്പ്രിങ്ങിൻ്റെ കയ്യിലുള്ള എനർജി, നോ ഡൗട്ട് ഇറ്റ് ഈസ് ½ kx². ഒരു ഇൻസ്റ്റൻറ്റിൽ നമുക്ക് അസ്യൂം ചെയ്യാം സ്പ്രിങ് കംപ്രസ്ഡ് അല്ലെങ്കിൽ സ്ട്രെച്ച്ഡ് ആയിട്ടുള്ള ഡിസ്റ്റൻസ് എക്സ് ആണെന്ന് വിചാരിച്ചോളൂ. സോ സ്പ്രിങ് സ്റ്റോർ ചെയ്യുന്ന എനർജി ½ kx² ആണ്. അൺസ്ട്രെച്ച്ഡ് ലെങ്ത്തിൽ വരുമ്പോൾ അത് 0 ആണ്. പക്ഷേ നമ്മളൊരു ഇൻസ്റ്റൻറ്റിൽ സ്ട്രെച്ച്ഡ് ആയിട്ടുള്ള ഡിസ്റ്റൻസ് എക്സ് ആണെന്ന് വിചാരിച്ചു, അങ്ങനെ ½ kx² ആണ്. അതേ സമയത്ത് ബ്ലോക്കിൻ്റെ കയ്യിലുള്ള കൈനറ്റിക് എനർജി ½ mv² ഉണ്ട്. ഇറ്റ് ഈസ് ട്രാൻസ്ലേഷണൽ ആൻഡ് റൊട്ടേറ്റ് ചെയ്യുന്നു ½ Iω². എന്തുകൊണ്ടാണ് ½ Iω² എടുക്കുന്നത്? പ്യുർ റോളിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് എഴുതാം E is equal to ½ kx². ഓക്കെ, പ്ലസ് ഇത് നമുക്ക് എങ്ങനെ മാറ്റി എഴുതാം? ½ mv² ഇൻറ്റു 1 + k²/r². അതെങ്ങനെയാണ് കിട്ടിയതെന്ന് എല്ലാവർക്കും അറിയാം. റോളിംഗ് വിത്തൗട്ട് സ്ലിപ്പിംഗ് ആണെങ്കിൽ I റീപ്ലേസ്ഡ് ബൈ mk², ഒമേഗ റീപ്ലേസ്ഡ് ബൈ v²/r². റൊട്ടേഷണൽ ഡൈനാമിക്സിൽ നിങ്ങളെ പഠിപ്പിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ½ mv² അതുപോലെ നിർത്തി. ഈ ഹൈ നമ്മൾ mk² വെച്ചും ഒമേഗ² v²/r² വെച്ചും റീപ്ലേസ് ചെയ്ത് ½ mv² കോമൺ ആക്കി. ക്ലിയർ ആണല്ലോ? അപ്പോൾ നമുക്ക് എഴുതാം E is equal to ½ k ഇൻറ്റു x² പ്ലസ് ½ mv² ഇൻറ്റു കമോൺ 1 പ്ലസ് ഇത് സിലിണ്ടർ ആണല്ലോ. നമുക്കൊരു കാര്യം ചെയ്യാം, സിലിണ്ടർ എന്നേ പറഞ്ഞിട്ടുള്ളൂ. സപ്പോസ് നമുക്കത് സോളിഡ് സിലിണ്ടർ ആണെന്ന് വിചാരിച്ചോളൂ. സോളിഡ് സപ്പോസ് അങ്ങനെ വിചാരിക്കും നിങ്ങൾ. സോളിഡ് സിലിണ്ടർ ആണെങ്കിൽ നിങ്ങൾക്ക് അറിയാം k²/r² ഈസ് 1/2. ഹോളോ സിലിണ്ടർ ആണെങ്കിൽ 1 ആണേ. അപ്പോൾ നമുക്കിവിടെ സോളിഡ് സിലിണ്ടർ ആണെന്ന് 1/2 എന്ന് കൊടുക്കാം. സോ നമ്മുടെ ഇക്വേഷൻ എനർജി, ടോട്ടൽ എനർജി ഈസ് ഈക്വൽ ടു ½ k ഇൻറ്റു x² പ്ലസ് 1 + 1/2 3/2, 3/2 ഇൻറ്റു 1/2 3/4. സോ 3/4 mv². കണ്ടോ, E is equal ഏത് ഫോർമാറ്റിലോട്ട് വരുന്നു? ax² പ്ലസ് bv². നിങ്ങൾ വേണമെങ്കിൽ ഇതിൻ്റെ ഡെറിവേറ്റീവ് എടുത്ത് പോയിക്കോളൂ. അങ്ങനെ നമുക്ക് ഈ ഫോർമാറ്റിലോട്ടേക്ക് ഇതിനെത്തിക്കാൻ പറ്റും. നമുക്കറിയാം ഇഫ് എനർജി ഈസ് എക്സ്പ്രസ്ഡ് ഇൻ ax² പ്ലസ് bv² ഫോർമാറ്റ്, ടൈം പീരീഡ് t is 2π√B/A. സോ ഇവിടെ ആൻസർ പറയൂ നിങ്ങൾ. ടൈം പീരീഡ് t is 2π ഇൻറ്റു ഹിയർ ബിയുടെ വാല്യൂ എത്രയാണ്? b is equal to 3/4m. ഓക്കെ, എയുടെ വാല്യൂ പറയൂ. എയുടെ വാല്യൂ ½ k. ബാക്കി നിങ്ങൾ സോൾവ് ചെയ്തു. ഇതാണ് മെത്തേഡ്. ഈ മെത്തേഡ് നമ്മൾ എനർജി മെത്തേഡ് എന്നാണ് പറയുന്നത് കേട്ടോ. പല പ്രോബ്ലംസും നമുക്ക് വളരെ ഈസി ആയിട്ട് ചെയ്യാൻ ഈ മെത്തേഡ് നമുക്ക് ഉപയോഗിക്കാം. ഒരു കാര്യമുണ്ട്, ഇവിടെ എനർജി ലോസുകൾ വരരുത്. കാരണം നമ്മൾ ടോട്ടൽ എനർജി കോൺസ്റ്റന്റ് എന്ന് പറഞ്ഞിട്ട് ആ പ്രോബ്ലം ചെയ്തിട്ടുള്ളത്. ഓക്കെ, സോ ഒന്നും കൂടെ ഞാൻ പറയുന്നു, ഓർമ്മിച്ച് വെച്ചോളൂ. ഇഫ് E is equal to ax² plus bv² ഫോർമാറ്റ്, time period t is 2π√B/A, where B is called inertia factor, A is called spring factor. Okay, അപ്പോൾ സ്പ്രിങ്ങുമായി ബന്ധപ്പെട്ടുള്ള കുറേ പ്രോബ്ലംസ് നമ്മൾ ഡിസ്കസ് ചെയ്തു. ദെൻ നമ്മൾ ഇനി ചാപ്റ്റർ എൻഡിൽ കുറേ അറേഞ്ച്മെൻറ്റുകളെ കുറിച്ച് പറഞ്ഞുതരാം നിങ്ങൾക്ക്. നിങ്ങൾ മോർ ക്വസ്റ്റ്യൻസ് ചെയ്യണം, എന്നാൽ മാത്രമേ നമുക്ക് ക്വസ്റ്റ്യൻ കാണുമ്പോഴേക്കും ആൻസർ ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ.